ഓരോ ക്ലാസ് കഴിയും തോറും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ ഇതെല്ലാം ദൈവം എങ്ങനെ സൃഷ്ടിച്ചു? അപ്പൊ ആദ്യത്തെ എന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്നാണ്. ഇപ്പൊ സയൻസിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ ബിഗ് ബാങ് എന്താണെന്ന് അറിയാം. ബിഗ് ബാങ്ങിന് മുമ്പ് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് 10⁻⁻, ആ ഒരു സെക്കൻഡിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ഇതുവരെ ഉത്തരം കിട്ടിയില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനും എന്റെ ഫ്രണ്ടും തമ്മിൽ എന്തോ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ദൈവമാണ് ഒറിജിനൽ ദൈവം, ഞങ്ങളുടെ ദൈവത്തിന് മാത്രമേ നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്താ പറയാ, നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത് ഒരു തെറ്റായ ദൈവത്തിലാണ്, നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് ഞാൻ ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവിടെ പറഞ്ഞായിരുന്നു. പല ആൾക്കാരായിട്ട് ഈക്വലി, എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുക, അതാണ് എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യം. എല്ലാവരും ഒരുപോലെ കാണുന്നു. റെസ്ട്രിക്ഷൻസ് അല്ല എന്നെ ഒരു ഫ്രീ തിങ്കർ ആക്കി മാറ്റിയത്. എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്ന കുറെ ചോദ്യങ്ങളാണ് എന്നെ ആക്കിയത്. എനിക്കൊരു ചോദ്യമുണ്ട്. തിരിച്ച് റിഗ്രറ്റ്സ് വല്ലതും ഉണ്ടോ? വിട്ടു പോയി കഴിഞ്ഞപ്പോൾ പെന്റിക്കോസ്റ്റിലായിരുന്നെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലും. ആഷറിനെയും ഒരുവിധപ്പെട്ടവർക്ക് അറിയാൻ സാധ്യതയുണ്ട്. കാരണം എസൻസിന്റെ ഒരു വേദിയിൽ പോയിട്ട് പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സംസാരിച്ച ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേനും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാനുള്ള സാധ്യതയുണ്ട്. എനിവേ അഷേർ ആണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. ഞാൻ ഒത്തിരി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലും നല്ലത് അഷേർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സംതിങ് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നിയത്, ഒരു 17 ഇയേഴ്സ്, ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു പ്രായമായിരുന്നു അഷേറിനെ കോണ്ടാക്ട് ചെയ്തപ്പം. 17 ഇയേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. 17 വയസ്സ് മാത്രമുള്ള ഒരു വ്യക്തി അത്രയും വ്യക്തതയോടുകൂടി ഒരു സ്റ്റേജിലിരുന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുന്നത്, അമ്യൂസ് ചെയ്യിച്ചൊരു കാര്യമായിപ്പോയി, അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിപ്പോയി. അപ്പോൾ ആഷറിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? എങ്ങനെയായിരുന്നു, എവിടെയാണ് ജനിച്ചത്, എങ്ങനെയാണ്, എന്ത് ടൈപ്പ് ഓഫ് ഫാമിലി, ഏത് വിശ്വാസം, അങ്ങനെയൊക്കെ. ഓക്കെ. ഞാൻ ജനിച്ചത് പാലക്കാടാണ്, മണ്ണാർക്കാടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മദറിന്റെ ഫാമിലിയും ഫാദറിന്റെ ഫാമിലിയും എല്ലാവരും IPC വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ഫാദറിന്റെ ഫാമിലി ആദ്യം റോമൻ കാത്തലിക് ആയിരുന്നു. പിന്നെ അവര് എൻ്റെ പപ്പ യങ് ആയിരിക്കുന്ന സമയത്ത് തന്നെ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ IPCയിലേക്ക് കൺവേർട്ട് ആയതാണ്. പക്ഷെ എൻ്റെ അമ്മയുടെ ഫാമിലിയിലുള്ള ആൾക്കാർ നേരത്തെ തൊട്ട് തന്നെ IPCയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ ഞാൻ ജനിച്ചിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പം, അല്ലെ, എൻ്റെ പപ്പ ആർമിയിലായതുകൊണ്ട് ഞാൻ പഞ്ചാബിൽ പോയിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ ഒരു 3.5 വയസ്സുള്ളപ്പോൾ എന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ പാലക്കാടാക്കി. അമ്മയുടെ വീട് അവിടെയാണ്. സോ ഒരു 3.5 വയസ്സ് തൊട്ട് ഒരു 1ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് അവിടെയാണ്, പാലക്കാടാണ്. അപ്പം ഇങ്ങനെ വിശ്വാസവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പം, ഞാൻ 4 വയസ്സായപ്പോൾ തന്നെ ബൈബിളിലെ എല്ലാ, ലൈക്ക് ഈ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ഓരോ പുസ്തകങ്ങളില്ലേ, അങ്ങനെ പുതിയ നിയമം പഴയ നിയമം എല്ലാം കാണാതെ പഠിച്ച് 4 വയസ്സായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ലൈക്ക് അത്രയും ഒരു ലെവൽ ഓഫ്, എന്ന് വെച്ചാൽ ചെറിയ പ്രായം മുതൽ തന്നെ എന്നിലേക്ക് ദൈവവിശ്വാസം ഇവര് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. പ്രത്യേകിച്ച് ഗ്രാൻഡ് പാരൻസ് ആകുമ്പം അതിനനുസരിച്ച് അവരുടേതായിട്ടുള്ള ഒരു ഐഡിയോളജി അവർ എന്നെ പഠിപ്പിക്കുകയും, പള്ളിയിൽ പല പല മത്സരങ്ങളിൽ, സോണൽ ലെവലിലും അവിടെ ഇവിടെ എല്ലാം പോയി മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം അങ്ങനെയൊക്കെ പോയി. പിന്നെ ഞാൻ കോട്ടയത്തേക്ക് മാറി. അവിടെ എൻ്റെ 2ാം ക്ലാസ്സിൽ ഞാൻ കോട്ടയമാണ്. അവിടെയും അതുപോലെ അതേ സെയിം സംഭവം ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പം എൻ്റെ പപ്പ ആർമിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് തിരിച്ചു വരുന്നു. പിന്നെ ഞാൻ ഡൽഹിയിൽ പോകുന്നു. ഒരു 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്, ഈ 3 ക്ലാസ്സും ഞാൻ ഡൽഹിയിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പള്ളിയിൽ പോയിരുന്നു. പക്ഷേ എൻ്റെ പപ്പ റിട്ടയർ ആയി വരുന്നത് 5ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പം ഞാൻ അവിടുത്തെ ഒരു ചർച്ച ഉണ്ട്, അവിടെ ഈ കൂട്ടായ്മയുണ്ട്, പെന്തക്കോസ്തുകാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഞാൻ ചെന്ന് പെട്ട സ്ഥലത്ത് നിന്ന് ഒരു 500 മീറ്റർ തന്നെ അവിടെ ഒരു ചെറിയ വീട്ടിൽ അവിടെ ഒരു പാസ്റ്ററും അവിടെ കുറെ പെന്തക്കോസ്തുകാരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ എന്തോ അവിടെ അങ്ങ് ചെന്ന് പെട്ടുപോയി എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു 3 വർഷം അവിടെ എന്താ പറയാ, പ്രാർത്ഥനയിലൊക്കെ പോയിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ എന്നിൽ തന്നെ ഒരു ഡിഫറൻസ് നോട്ടീസ് ചെയ്തു തുടങ്ങി. കാരണം ഓരോ സയൻസിന്റെ ഓരോ ലെവൽ കഴിയുന്തോറും നമ്മൾ പഠിക്കുന്ന രീതി മാറും. ഇപ്പോൾ സോളാർ സിസ്റ്റം, ഗാലക്സി, ഇത് ഈ ഒരു ആസ്ട്രോണമി എന്ന് പറയുന്ന സബ്ജക്ട് എനിക്ക് ചെറിയ പ്രായം മുതലേ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. മേ ബി ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കാം എന്നെ പിന്നെ ഒരു ഫ്രീ തിങ്കർ ആക്കി മാറ്റിയത്. കാരണം ഓരോ ക്ലാസ് കഴിയും തോറും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ ഇതെല്ലാം ദൈവം എങ്ങനെ സൃഷ്ടിച്ചു? അപ്പൊ ആദ്യത്തെ എന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോഴും, പിന്നെ നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ട്, ഒരു സ്റ്റാറിന്റെ വയസ്സ് ഇത്രയാണ്, മറ്റേ ഒരു സ്റ്റാറിന്റെ വയസ്സ് ഇത്രയാണ്, സൂര്യന് ശേഷമാണ് ഭൂമി ഉണ്ടായത്. പക്ഷെ ഇതെല്ലാം ബൈബിളിൽ നേരെ തിരിച്ചാണ്. വേറെ ഭൂമിക്ക് ശേഷമാണ് സൂര്യൻ ഉണ്ടായത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര കോൺട്രഡിക്ഷൻ ആയി. അപ്പൊ അങ്ങനെ വന്നപ്പം 5ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ എൻ്റെ പപ്പ തിരിച്ച് ആർമിയിൽ വന്നു. അപ്പൊ എൻ്റെ പപ്പ ആ ഒരു സമയം ആയപ്പോഴത്തേക്കും എൻ്റെ മേ ബി ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം പിന്നെ പയ്യെ ഒരു റിലീജിയനിൽ നിന്ന് വിട്ടു തുടങ്ങി. പപ്പ ഒരു ഫ്രീ തിങ്കർ ആയി മാറുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഡൗട്ടെല്ലാം പപ്പയോട് ചോദിക്കും.
അപ്പൊ അങ്ങനെ ഒരാൾ എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഉണ്ടായിരുന്നതുകൊണ്ട് എന്തോ എനിക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിഡ്രോ ആകാൻ സാധിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ ഒരു 6th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴത്തേക്കും ട്രിവാൻഡ്രത്ത് വന്നു. പിന്നെ അങ്ങനെ പള്ളിയിലൊന്നും പോകുന്നില്ല. പിന്നെ കൂടുതൽ സയൻസ് അറിയും തോറും ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ വിഡ്രോ ആയിക്കൊണ്ടിരുന്നു. പിന്നെ ആദ്യം സയൻസിൽ നിന്ന് മാത്രമാണ് ഞാൻ നോക്കി. പിന്നെ ഒരു സർക്കിൾ നോക്കി. പിന്നെ ഹിസ്റ്ററി പ്രകാരം നോക്കി. ഇതെല്ലാം നമ്മൾ നോക്കുമ്പം റിലീജിയൻ നമ്മുടെ ഇവല്യൂഷന്റെ ബൈ പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു പ്രത്യേകതരം ഉത്തരം നമുക്കുണ്ട്. ഇതൊക്കെ എങ്ങനെ ഡെവലപ്പ് ആയി വന്നു അതിനെപ്പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എന്താ പറയാ ഇത് ഫോളോ ചെയ്യണം എന്നില്ലാതായി. ഇത് കാര്യമില്ല, ഇതിൽ നിന്ന് മാറി നിൽക്കാം. പിന്നെ ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ആർക്കും ഒരു ഉപകാരമില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ സയൻസ് ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പയ്യെ ഇതിൽ നിന്ന് ഇങ്ങനെ ഗ്രാജുവലി വിഡ്രോ ആയി. ഒഫീഷ്യലി പറയുകയാണെങ്കിൽ എനിക്കൊരു 5ാം ക്ലാസ് തൊട്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് ബാക്ക് ആയി തുടങ്ങിയതാണ്. പക്ഷെ അതുവരെ എനിക്ക് കൃത്യമായിട്ട് ഞാൻ ബൈബിൾ വേർഡ്സ് പഠിക്കുകയും നല്ലപോലെ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക, സുവിശേഷിക്കാൻ വരെ ഒരു ഇതുണ്ടായിരുന്ന ഒരു ആളാണ് ഞാൻ. ചില സ്ഥലത്തൊക്കെ പോയി അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെ പോയി പല സ്ഥലത്ത് സുവിശേഷിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് ബാക്ക് പെട്ടെന്നായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്വസ്റ്റ്യൻ വന്നാൽ പോലും ഞാനത് തലയിലിട്ട് ഇങ്ങനെ ജഗിൾ ചെയ്യും. അപ്പൊ അങ്ങനെ വന്ന സമയത്താണ് ഇങ്ങനെ ഇതിൽ നിന്ന് വിഡ്രോ ആയി വന്നത്. പിന്നെ ഓരോ സാഹചര്യങ്ങളും ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ പയ്യെ ഇതിൽ നിന്ന് മാറിയതാണ്. അക്ഷർ കാറ്റഗിസത്തിനൊക്കെ പോയിട്ടുണ്ടോ? സൺഡേ സ്കൂളാണ്. സൺഡേ സ്കൂൾ, അതെ അതെ അതെ. ആ 5ാം ക്ലാസ് വരെ അന്നേരം പോയിട്ടുണ്ട്. അന്നേരം ഈ എന്താ പറഞ്ഞ ഈ ഉൽപ്പത്തിയിലെ കഥകളൊക്കെ പഠിച്ചിട്ടില്ലേ? എന്നിട്ട് അപ്പൊ ഈ സ്കൂളിൽ പഠിക്കുന്നതായിട്ടുള്ളൊരു കോഗ്നിറ്റീവ് ഡിസണൻസ് അക്ഷറിന് തോന്നിയിട്ടില്ല ആ സമയത്ത്? ആ അന്നേരം ഇത് സമയത്ത് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ഇവിടെയൊക്കെ പള്ളിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ഈ കാര്യം പറയാം. ലൈക്ക് ഇപ്പൊ ഇവല്യൂഷൻ എന്നൊരു സംഭവത്തെ പറ്റി നമ്മൾ ആക്ച്വലി ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴാണ് കേൾക്കുന്നത്. സോ അപ്പൊ ഈ ചെറിയ പ്രായത്തൊന്നും എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഇവല്യൂഷൻ പ്രകാരമാണ് മനുഷ്യൻ ഉണ്ടായതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം യൂണിവേഴ്സിന്റെ ഏജും ഈ സൂര്യൻ അങ്ങനെ പല നക്ഷത്രങ്ങളുടെ ഏജ് ആണ്. അപ്പൊ ഇതും ഗോഡ് പറഞ്ഞ ഈ ഒരു എന്താ പറയാ നമ്മുടെ ക്രിയേഷനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഗോഡിന്റെ ക്രിയേഷൻ ആണെങ്കിൽ ഏകദേശം നക്ഷത്രങ്ങളെല്ലാം ഒരു ദിവസമാണ് സൃഷ്ടിച്ചത്. അപ്പൊ എല്ലാത്തിനും എന്താ പറയാ ഏജ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ വന്ന കോൺട്രഡിക്ഷൻസിൽ ഞാനത് എന്താ പറയാ അവിടുത്തെ പള്ളിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു അത് വേറെ കാര്യമാണ്. പക്ഷെ ഇതാണ് സത്യവേദ പുസ്തകം, അപ്പൊ ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. മറ്റേതൊക്കെ നമ്മൾ സ്കൂളിൽ അല്ലാതെ മാർക്കിന് വേണ്ടി പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ ലൈക്ക് ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ ആ ഒരു സമയത്ത് കേട്ടതുകൊണ്ട് ഞാൻ ആ സമയത്ത് വിട്ടു. പക്ഷെ കുറച്ചും കൂടെ ഒരു 6, 7 ഒക്കെ ആയപ്പോൾ വീണ്ടും എനിക്ക് ഒരു ഇത് വന്നിട്ട് ഞാനത് പയ്യെ ബാക്ക് ചെയ്യായിരുന്നു. അഷർ എത്ര വയസ്സ് വരെ ചർച്ചിൽ പോയി, അല്ലെങ്കിൽ ഇപ്പൊ എത്ര കൊല്ലമായി ചർച്ചിൽ പോവാതിരുന്നിട്ട്? ഞാൻ കഴിഞ്ഞ വെക്കേഷനും ചർച്ചിൽ പോയിരുന്നു. ഈ വെക്കേഷൻ അല്ല, ലൈക്ക് 10th കഴിഞ്ഞതും 11th കഴിഞ്ഞ ആ സമയത്തങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. അത് അഷർ സ്വയമായിട്ട് പോകുന്നതാണോ അതോ ഫാമിലിയുടെ നിർബന്ധം കൊണ്ട് പോകുന്നതാണോ? നാട്ടില് പോകുമ്പോ അപ്പച്ചനും അമ്മച്ചിയും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ പോയി ഇരിക്കുന്നതാണ്. പക്ഷെ അതിന് ശേഷം പിന്നെ ഇപ്പം ഇപ്രാവശ്യമൊക്കെ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഇല്ല എന്ന് പറയാറുള്ളൂ. പിന്നെ ലിറ്റ്മസിന്റെ വീഡിയോ ഒക്കെ വന്ന ശേഷം അവർക്കൊക്കെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഞാനങ്ങ് പറഞ്ഞു, ലൈക്ക് ഇന്നതാണ് എന്റെ കാര്യം, ഇനി എന്നെ വിളിക്കണ്ട. അപ്പൊ അവര് ഇപ്പം ഇനിയിപ്പോ പറയത്തില്ല, ഇനിയിപ്പോ അവര് പറഞ്ഞാലും എനിക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അത്രയും വലിയൊരു വേദിയിൽ പോയി സംസാരിച്ച് എന്റെ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി അവർ ചോദിച്ചാലും ഇല്ല എന്ന് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അപ്പൊ അത്ര ഒരു വലിയ വേദിയിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട്, സോറി ജേക്കബ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത്ര വലിയൊരു വേദിയിൽ പോയി സംസാരിച്ചു, അപ്പോൾ ഫാമിലിയിൽ നിന്ന് ഒരു ഓപ്പോസിഷനോ അങ്ങനെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? അഥവാ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതുപോലുള്ള നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടായോ? എങ്ങനെയാണ് തൊട്ടടുത്തുള്ള ഫാമിലിയുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ഞാനിതെല്ലാം പ്രതീക്ഷിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളും സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഇങ്ങനെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം എനിക്ക് എന്റെ വീട്ടിലുള്ളവരുടെ അടുത്തു നിന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ എന്റെ പ്രായം കൊണ്ടാവോ അതല്ലെങ്കിൽ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അവരാരും വേണ്ടല്ലോ, ലൈക്ക് ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ആ ഒരു സ്റ്റേജിൽ ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം അത് ഞാനിങ്ങനെ പരിപാടിക്ക് പോയ കാര്യമൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇത് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ റീല് വന്നപ്പം എന്നെ ഫോളോ ചെയ്യുന്ന വീട്ടുകാരെല്ലാം കണ്ടു. പിന്നെ ഇത് സീനായി. എന്നെ കൊളാബ് ചെയ്തപ്പോൾ ഞാനത് റീഷെയർ ചെയ്ത് വീട്ടുകാർ കണ്ടു. പിന്നെ ഭയങ്കര സീനായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ കണ്ട എല്ലാവരും പറഞ്ഞു ഇത് ഡിലീറ്റ് ചെയ്യണം, ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാനത് ഡിലീറ്റ് ചെയ്തില്ല. ഞാൻ കൂടുതൽ സംസാരിക്കാനും പോയില്ല. പിന്നെ പിന്നെ എന്റെ വീട്ടുകാരും അങ്ങനെ എന്നെ വിളിച്ച് സംസാരിക്കില്ല. കാരണം എന്നോട് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അവർക്ക്
അവർ പിന്നെ വഴക്കാകും എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് അവർ മാക്സിമം ഇതാക്കും. പിന്നെ വീട്ടിൽ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ മാത്രം കുറച്ച് ഫോഴ്സ് ചെയ്തു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. പിന്നെ അവരൊക്കെ 1 മാസം 1.5 മാസമൊക്കെ മിണ്ടാതിരുന്നു. ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല. 1.5 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഓക്കെ ആയി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതൊക്കെ ഒരു ചെറിയ കാര്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു വിശ്വാസം മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ മേ ബി ഇതിൽ നിന്ന് പോയേനെ എന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ എക്സ്ട്രീമായിട്ട് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ലിബറൽ ആയിരുന്നെങ്കിൽ എന്നൊക്കെ. ഇല്ല, ഞാൻ ഒരു ഫ്രീ തിങ്കർ ആയി തന്നെ മാറിയാണ്. കാരണം ഇത് റെസ്ട്രിക്ഷൻസ് അല്ല എന്നെ ഒരു ഫ്രീ തിങ്കർ ആക്കി മാറ്റിയത്. എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് എന്നെ ആക്കിയത്. ബേസിക്കലി എനിക്ക് തോന്നുന്നത് എല്ലാ റിലീജിയൻ, ഇപ്പൊ ഞാൻ ഇപ്പൊ പ്രിഡോമിനന്റ്ലി ഇവിടെ ലോകത്തുള്ള ഏത് റിലീജിയൻ വിശ്വസിച്ചാലും സയൻസിന്റെ ചോദ്യങ്ങളും അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളും തമ്മിൽ കോൺട്രഡിക്ഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അത് വിഡ്രോ ആകും. ഈവൻ ഇപ്പൊ ഞാനിപ്പോ വേറെ ഏതെങ്കിലും ക്രിസ്ത്യൻ സഭയിലായിരുന്നെങ്കിൽ പോലും ഞാൻ ഒരു ഫ്രീ തിങ്കറായി മാറിയാണ്. ഇപ്പോൾ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരു വിശ്വാസിയായിട്ടിരുന്നപ്പോൾ ആ ഒരു ജീവിച്ച സമയത്തും ഇപ്പോഴത്തെ ഒരു അഷറായി ഈ ഒരു വിശ്വാസി അല്ലാതെ മാറി ജീവിക്കുന്ന ഒരു സമയത്തും പ്രധാനമായിട്ടും കാണുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ലൈഫിനെ, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തോ എന്ത് വേണമെങ്കിലും അതിൽ ആഡ് ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ അതിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓരോ ദിവസവും പേടിയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ 2ാം വരവ് ഉണ്ടാകുമോ, ഞാൻ എടുക്കപ്പെടുമോ, പിന്നെ പാപം ചെയ്തോ തെറ്റ് ചെയ്തോ, കോൺസ്റ്റൻ്റ്ലി എക്സ്ട്രീം ഒരു ആങ്സൈറ്റി എനിക്കുണ്ടായിരുന്നു. ഞാനിതിൽ നിന്ന് പുറത്തു വന്നപ്പം അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ അതേപോലെ മറ്റു മനുഷ്യരെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന രീതി, ഇപ്പം മറ്റുള്ളവരെ ജാതികൾ സമുദായക്കാർ, ഇപ്പം ITC-ക്കാർ ഇതിനു മുമ്പ് ഞാൻ വിശ്വാസിയായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഞാൻ ഒരു TPM കാരൻ എന്ന നിലയിൽ നിങ്ങളെ ഒരു പുച്ഛത്തോടു കൂടിയേ നോക്കി കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരു വിശ്വാസിയായിരുന്നപ്പോഴും ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അഷേറിൻ്റെ ജീവിതത്തിൽ എവിഡൻ്റ് ആയിട്ട് എപ്പോഴും തോന്നാറുള്ള, ചിന്തിക്കാറുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഭയങ്കര ചെറിയ പ്രായമായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിലൊക്കെ പോകുന്ന സമയത്ത്, ഒരു 3ാം ക്ലാസ് ആ സമയത്താണ് ഞാൻ പോകുന്നത്. അപ്പൊ അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഞാൻ അവിടെ പോയി ആദ്യമൊക്കെ എന്താ പറയാ, കുറെ കുട്ടികളുണ്ടാവും. ഇപ്പൊ ഡൽഹിയിലൊക്കെ ആകുമ്പോൾ പല ആൾക്കാരാണല്ലോ, സിഖുകാരുണ്ടാവും, അതോടൊപ്പം തന്നെ എന്താ പറയാ ഹിന്ദുസ് ഉണ്ടാവും, മുസ്ലിംസ് ഉണ്ടാവും. ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ആൾക്കാരാണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞ് ഇങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും എന്റെ ഫ്രണ്ടും തമ്മിൽ എന്തോ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ദൈവമാണ് ഒറിജിനൽ ദൈവം, ഞങ്ങളുടെ ദൈവത്തിന് മാത്രമേ നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്താ പറയാ, നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത് ഒരു തെറ്റായ ദൈവത്തിലാണ്, നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് ഞാൻ ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവിടെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അത് റിഗ്രറ്റ് ചെയ്ത് തുടങ്ങി. ഞാൻ അതേ ഫ്രണ്ടിനോട് വീട്ടിൽ പോയി പറഞ്ഞു, അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അന്ന് ഞാൻ എന്തോ ഇതിലാണ്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങളുടെ ദൈവവും ഒരേപോലെ ശക്തിയുള്ളവരാണ്. എനിക്ക് അപ്പൊ പറയാൻ പറ്റില്ലല്ലോ, ദൈവത്തിന്റെ കോൺസെപ്റ്റ് പെട്ടെന്ന് ഞാനിന്ന് മാറ്റി ചിന്തിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടുന്ന് ഒരു ചെറിയ ട്രാൻസിഷൻ സംഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരെ കാണുമ്പോൾ അതൊരു ഏത് വിശ്വാസിയാണെങ്കിലും, ഏത് മതത്തെ വിശ്വസിക്കുന്ന ആളാണെങ്കിലും, സ്വന്തം കൾട്ടിലുള്ള ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പിലുള്ള ഒരാളെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ബ്രദർഹുഡ് ഫീല് വരും. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ അത് വിട്ട് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ക്രിസ്ത്യൻസ് വന്നാലും മുസ്ലിംസ് വന്നാലും എല്ലാവരും എന്റെ ഫ്രണ്ടില് എനിക്ക് എല്ലാവരും എന്താ മനുഷ്യന്മാരെ പോലെയാണ്. എനിക്ക് റിലീജിയൻ തപ്പേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ആ ഒരു സംഭവം ഇല്ല. എനിക്ക് റിലീജിയൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവരുടെ അപ്പുറത്തിരിക്കുന്ന ആളുടെ റിലീജിയൻ എന്തെന്ന് അറിയേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ അവരോട് സംസാരിക്കുന്നത് ഒരു ഹ്യൂമൻ ആയിട്ടാണ്. ചിലപ്പോൾ ഞങ്ങൾ തമ്മിലുണ്ടാകുന്ന കോൺവെർസേഷൻ അതിൽ റിലീജിയനുമായിട്ടൊരു ബന്ധം കാണും. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഡിഫറൻസ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാനും, കുറച്ചുകൂടെ എന്താ പറയാ, വേറെ രീതിയിൽ ചിന്തിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടി. കാരണം ഇപ്പം ബന്ധുക്കോസ്താകുമ്പോൾ നമുക്ക് പല റെസ്ട്രിക്ഷൻസ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. എപ്പോഴും എന്ത് സംഭവിച്ചാലും പേടിയാണ്. ഇന്ന ബുക്ക് വായിക്കണോ, ഇന്ന സിനിമ കാണാൻ പോലും എനിക്ക് ചില സമയത്ത് പണ്ടൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നുകൊണ്ട് തോന്നുമായിരുന്നു. പിന്നെ കാർട്ടൂൺ കാണുന്നത് പിശാചാണെന്നാണ് പറയുന്നത്. ഭയങ്കര പിശാചിന്റെ ഇതാണ് തലയിൽ കയറുന്നത്, ഇത് പിന്നെ പിശാചിനെ പോലെയാണ് നീ ഇവിടെ കാണിക്കുന്നതെന്നൊക്കെ പറയും. അപ്പൊ അതെല്ലാം പിന്നെ വിട്ടു വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വിട്ടു വരുമ്പോൾ നമ്മളൊരു എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന സമയം വരും. ആ സമയം വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു, അപ്പം ഹ്യൂമണ് ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് കൺട്രോൾ ഉണ്ട് ഒരു മനുഷ്യന്റെ ബോഡിയിൽ. ഇവല്യൂഷന്റെ ഭാഗമായിട്ട് എല്ലാം തീ പരീക്ഷിച്ചപ്പോഴും തീയിൽ കയറി ചാടി എല്ലാവരും ഒരുമിച്ച് മരിച്ചില്ല. അത് തീയെ കൺട്രോൾ ചെയ്യാനാണ് ഹ്യൂമൻസ് പഠിച്ചത്. അപ്പൊ അത് കൺട്രോൾ ചെയ്താണ് ഇന്ന് ഇവിടെ എത്തിയത്. അപ്പൊ അതേപോലെ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് കൺട്രോൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിന് നമുക്ക് ഇങ്ങനെ ഒരു റിലീജിയൻ, ഒരു ഫോഴ്സിന്റെ ആവശ്യമില്ല.
പക്ഷെ അതേസമയം തീ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ത്വര വരണമെങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് പാടില്ല, ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ അതെനിക്ക് ഇതിൽ നിന്ന് വിട്ടു വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ കുറച്ചും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുമായിട്ട് സംസാരിക്കാനും, ഇപ്പൊ ലൈക്ക് ഫോറിനേഴ്സുമായിട്ട് ഇപ്പൊ നമുക്ക് പല വേദികളിൽ സംസാരിക്കാൻ പറ്റും. പല ആൾക്കാരായിട്ട് ഈക്വലി എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യം, എല്ലാവരും ഒരുപോലെ കാണുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെയും അവിടെ നിൽക്കുന്ന എല്ലാവരും, ഇപ്പൊ എന്റെ ഏജ് ആണെങ്കിലും മോളുള്ള ഏജ് ആണെങ്കിലും, ഞാൻ എല്ലാവരും ഒരേ ലേവിലാണ് എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ആരെയും ഒരിക്കലും താഴ്ത്തി കാണാറില്ല. ഒരു ഇതിലും പെന്തക്കോസ്റ്റിന്റെ കാര്യം മാത്രമേ, ആ ഒരു സംഭവം വിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ ഓരോ വർഷവും ഞാൻ ഇങ്ങനെ കഴിയും തോറും എന്നിൽ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണത്. ഇന്ന് ഞാൻ എല്ലാവരും കണ്ടു, ഇപ്പൊ ആരും എന്ത് വന്നാലും ഞാൻ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. ഈ ഒരു എക്സ്ട്രീം ബിലീവർ വന്നാലും, ഒരു ഏത്തിസ്റ്റ് വന്നാലും, ഫ്രീ തിങ്കർ വന്നാലും, ആഗ്നോസ്റ്റിക് വന്നാലും, എല്ലാവരും ഞാൻ ഒരുപോലെ കാണും. എല്ലാവരോടും ഞാൻ ഒരുപോലെ സംസാരിക്കും. എല്ലാവർക്കും ഈക്വൽ റെസ്പെക്ട് കൊടുക്കും. അതാണ് എന്നിലുണ്ടായ ഒരു മാറ്റം. ഇപ്പൊ അഷർ പറഞ്ഞപ്പോ ഷബീൻ ലാൽ പറഞ്ഞു ലോട്ട് ഓഫ് പ്രഷ്യസ് ടൈം ഹാസ് ബീൻ ലോസ്റ്റ്. അഷർ ഇത്ര ചെറിയ പ്രായത്തില് ഇത് മനസ്സിലാക്കിയോണ്ട് യു ആർ മോർ ഫോർച്ചുനേറ്റ് ദാൻ അസ്. ഞങ്ങൾക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷമായി ഇത് മനസ്സിലായി. അപ്പം ജീവിതത്തിന്റെ ഒരു നല്ല ഒരു ഭൂരിഭാഗം സമയം അങ്ങ് പോയി, നഷ്ടപ്പെട്ടു പോയി. പക്ഷെ എന്നാൽ ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. നമുക്ക് ഇനിയുള്ള സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് മനുഷ്യനായിട്ട് ജീവിക്കാം, മറ്റുള്ളവരെ മനുഷ്യരായിട്ട് നോക്കാം, അവരെ അതുപോലെ ട്രീറ്റ് ചെയ്യാം, ഈക്വൽ റെസ്പെക്ട് കൊടുക്കാം. അല്ലെങ്കിൽ അത് അവൻ മറ്റേതാ അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ വീട്ടുകളിൽ കേൾക്കാവുന്ന സംസാരങ്ങളാ ഇന്നും കേൾക്കാൻ പറ്റും. ടി വിയിൽ കാണുമ്പോൾ അവൻ മറ്റവനാ അങ്ങനെ. നമുക്ക് എല്ലാവരും മനുഷ്യരായിട്ട് കാണാൻ പറ്റും. എന്തെങ്കിലും റിഗ്രറ്റ്സ് തോന്നാറുണ്ടോ ഇപ്പം ഇതിന് പുറത്തു വന്നതിന് ശേഷം? കുട്ടിക്കാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൽ വിശ്വാസിയായിരുന്ന കാലത്തെക്കുറിച്ചോ ആലോചിക്കുമ്പോൾ ഇതിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്കൊക്കെ അത് ഒത്തിരി അധികമുണ്ട്, ഇപ്പോഴും ഉണ്ട്. പലതും ഓവർകം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ക്വസ്റ്റ്യനിലേക്ക് എന്താ പറയാ, ബന്ധക്വസ്തി ജനിച്ചില്ലായിരുന്നെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ളതാണോ, അതോ ഞാൻ ജീവിച്ചതിൽ എന്തെങ്കിലും ബന്ധക്വസ്തിയിൽ നിന്ന് വിട്ടു വന്നതിന് ശേഷം എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്നതാണോ? അല്ല, നമ്മൾ ഒന്ന് നെഗറ്റീവായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു. നമ്മൾ ഇതിൽ അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മച്ച് ബെറ്റർ ആയിരുന്നേനേയും എൻ്റെ ജീവിതം എന്ന് തോന്നുന്ന പല കാര്യങ്ങൾ. തോന്നിയിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് പെന്തക്കോസ്റ്റില് ഈവൻ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്തിരുന്ന സമയത്ത് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഞാനിങ്ങനെ നമ്മളിപ്പം ആ സമയത്ത് സ്കൂളിലൊക്കെ പോകും, പുറത്ത് കളിക്കാൻ പോകും. അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ അവര് ഓർണമെന്റ്സ് ഇടും, അത് ഇടാൻ പറ്റും. പിന്നെ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫെസ്റ്റിവൽസ് ഉണ്ട്, കൾച്ചർ ഉണ്ട്. ഇപ്പൊ ഓണം വന്നാലും വിഷു വന്നാലും ഞാനിങ്ങനെ ആലോചിക്കും, ഇവിടെ ആ ഒരു ക്രിസ്മസ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ പ്രാർത്ഥനയാണ്, ന്യൂ ഇയറിന് പ്രാർത്ഥന, എല്ലാ സമയത്തും ആ ഒരു ഇതാണ്. എന്ന് വെച്ചാൽ എനിക്ക് അപ്പോഴും ആ ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് പുറത്ത് വന്നപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ലൈക്ക് ഇവിടെ എല്ലാവരും ജനിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഈവൻ വേറെ ഒരു സ്ഥലത്താണ് ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ലൈഫ് കിട്ടിയേനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ലൈക്ക് ഇൻ ദ കേസ് ഓഫ് റിലീജിയസ് തിങ്കിങ്. കാരണം അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് എടുക്കുന്ന സമയം, അപ്പം ഞാൻ ഒരു റെസ്ട്രിക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ചുറ്റുമുള്ള എന്റെ ചുറ്റുമുള്ള പാരന്റ്സ്, വീട്ടുകാരെല്ലാവരും ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേജ് മൈൻഡഡ് ആണ്. എന്ന് പറയുമ്പം അവർക്ക് ആ ഒരു ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ സംസാരിക്കുമ്പം ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഞാൻ കുറച്ചും കൂടെ ലിബറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഫാമിലി ജനിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് ഇവർക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു റിഗ്രറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ലൈക്ക് ഇതൊരു ബ്രെയിൻ വാഷ്ഡ് തിങ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ലേറ്റിൽ പോവുക, ഇതിലേക്ക് വരിക, ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം കുറച്ചും കൂടെ ലിബറൽ ആയിട്ടുള്ള ഏതെങ്കിലും വേറൊരു സ്ഥലത്ത് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഇവർക്ക് ഉൾക്കൊള്ളാനെങ്കിലും പറ്റിയേനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കൊരു ചോദ്യമുണ്ട്. തിരിച്ച് റിഗ്രറ്റ്സ് വല്ലതും ഉണ്ടോ? വിട്ടു പോയി കഴിഞ്ഞപ്പോൾ പെന്റിക്കോസ്റ്റിലായിരുന്നെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലും ലൈക്ക് ചിലരിപ്പം വിട്ടുപോയവർ പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി ഒരു എക്സാമ്പിൾ പറയുവാണ്, കമ്മ്യൂണിറ്റി ഇല്ല അല്ലെങ്കിൽ ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? മേ ബി ബിക്കോസ് ഓഫ് മൈ ഏജ് എനിക്ക് വലിയ കമ്മ്യൂണിറ്റി ടച്ച് ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഫീലിംഗ് വന്നിട്ടില്ല. ഓഫ് കോഴ്സ് ഫാമിലിയുടെ ഒരു പ്രശ്നം ഉണ്ട്. ഇപ്പം എന്റെ ലൈഫിൽ ഇപ്പൊ ഈ ഒരു ബന്ധക്കോസ്റ്റ് എന്നുള്ള സംഭവം അല്ല, അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ കുറച്ച് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ എനിക്ക് ആ ഫാമിലിയിൽ നിന്ന് എന്തായാലും എന്താ പറയാ, എന്റെ വീട്ടുകാര് പല പ്രോഗ്രസീവ് അല്ലാത്ത ആൾക്കാർ കാണുമല്ലോ എന്തായാലും വീട്ടിൽ. അപ്പൊ അവരെന്തായാലും ഒപ്പോസ് ചെയ്യും. അപ്പൊ പിന്നെ ഇത് ചെയ്താലും അത് ചെയ്താലും എന്ത് ചെയ്താലും ഒരു ഒപ്പോസിഷൻ എന്തായാലും വരും. പിന്നെ അത് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ എപ്പോഴും ബാക്കിയുള്ളവർ പറയുന്നത് എപ്പോഴും കേൾക്കാറേ ഉള്ളൂ. ലൈക്ക് അത് എന്റെ മനസ്സിൽ വെച്ചോണ്ട് ഇങ്ങനെ പോകാറില്ല. അത് കേട്ട് ഞാൻ അത് നല്ലതാണെങ്കിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് എനിക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല.
ആഷിർ പറഞ്ഞു, അതായത് ആഷിറിന്റെ ഫാദറും അതായത് ആഷിറിന്റെ ഫാദറാണ് ആദ്യം ഫ്രീ തിങ്കിങ് എൻകറേജ് ചെയ്തത്. അപ്പം അങ്ങനെയാണ് ആഷിർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ആഷിർ ആ, ഒരു ഫ്രീ തിങ്കറായി മാറിയതും. പക്ഷേ ആഷിറിന്റെ മദറിന്റെ സൈഡിൽ എങ്ങനെയായിരുന്നു? കംഫർട്ടബിൾ ആണെങ്കിൽ ആൻസർ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ആ, അത് ഇപ്പം എന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിലും എന്റെ ഫാമിലിയിൽ ലൈക്ക് പപ്പ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം എന്താ പറയാ ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞാലൊക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ബാക്കി വീട്ടുകാരെല്ലാവരും എപ്പോഴും ഒപ്പോസ്ഡ് ആണ്. ഇപ്പം ലിറ്റ്മസിന്റെ ആ ഒരു പ്രൊമോ ലൈക്ക് വീഡിയോസ് വന്നപ്പോഴെല്ലാം എനിക്ക് മമ്മിയുടെ നിന്നൊക്കെ ലൈക്ക് ഭയങ്കര വഴക്ക് കിട്ടുകയും ചിലപ്പോൾ ദേഷ്യം വന്ന് തല്ലുകയൊക്കെ ചെയ്യും. അപ്പം അതൊന്നും ഞാൻ വലിയ കാര്യമാക്കി എടുക്കാറില്ല. ലൈക്ക് പറയുന്നത് ഓക്കെ ലൈക്ക് മദർ ആയതുകൊണ്ട് ഒരു ബിലീഫ് സിസ്റ്റം എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കണമെന്നില്ലല്ലോ. അതിപ്പോ എനിക്ക് സ്വന്തമായിട്ട് തോന്നേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാനത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ. അതെന്തെങ്കിലും ലോജിക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനും അമ്മയും തമ്മിലൊക്കെ ചില സമയത്ത് അടിയുണ്ടായി. ഞാൻ ഈ മുടി വളർത്തുന്നതൊന്നും അമ്മയ്ക്ക് ചില സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ പറയും യേശു ക്രിസ്തു ഒക്കെ എന്നത് മുടി വളർത്തി നടന്ന ആളാണ്, നല്ല താടി മുടിയൊക്കെ വളർത്തി നടന്ന നല്ല സുന്ദരനായിട്ട് നടന്ന ആളാണ്. അപ്പൊ എന്നോട് പറയും അത് നടത്തുന്ന നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ, നീ എന്നെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ വേറെ ലുക്കാണ്, മറ്റേ ഇപ്പോഴത്തെ കഞ്ചാവ് അടിച്ച് നടക്കുന്നവരെ പോലെയാണ്. അങ്ങനെയൊക്കെ ടോക്കൊക്കെ വരും. അപ്പൊ അതൊക്കെ ഞാനതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കാറുള്ളൂ. പിന്നെ അങ്ങനെ അത്രേ ഉള്ളൂ. മദറിന്റെ ഇപ്പൊ അമ്മ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞാലും ഞാനത് കേൾക്കും. എന്നിട്ട് എനിക്കത് ഭൂരിഭാഗം കാര്യങ്ങളും എനിക്കത് എന്താ പറയാ ഭയങ്കര ഒരു കൺസ്ട്രക്റ്റീവ് ആണ്. ലൈക്ക് ഭയങ്കര പിടിച്ചു വെക്കുന്ന ഒരു ഒപ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. ലൈക്ക് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ. അപ്പം ഞാനത് പയ്യെ കേട്ടിട്ട് അത് ഫോളോ ചെയ്യാതിരിക്കുകയാണ് ചെയ്യാറ്. അപ്പൊ നമ്മൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ പതുക്കെയാണല്ലോ നമ്മൾ പോകുന്നത്. എസ്പെഷ്യലി നമ്മൾ ജനിച്ച് വളർന്ന ആദ്യം തന്നെ കുഞ്ഞിലെ മുതലേ നമ്മൾ ഈ വിശ്വാസം പഠിച്ച് വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ സയൻസ് ആഷിർ പഠിക്കുന്നു. എന്നിട്ടൊരു ഒരു എന്താ പറയുക ഒരു ക്ലാഷ് ഉണ്ടാകുമ്പോഴാണ് ആഷിർ ആണെങ്കിൽ ഓക്കെ സയൻസ് പറയുന്നതാണ് കുറേ കൂടി ശരി. അപ്പം ഇതൊരു ഡീകൺസ്ട്രക്ഷൻ പ്രോസസ്സാണ്. അപ്പം അന്നേരം ഈ ഏതെങ്കിലും ഒരു നോ ഗോ സോൺ ഉണ്ടായിരുന്നു, അതായത് ഓക്കെ ഇതിനപ്പുറത്തോട്ട് ഞാൻ സയൻസിനെ തള്ളി വിടത്തില്ല, ഇവിടം വരെ സയൻസ് നിൽക്കാം, അങ്ങനത്തെ ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു ആഷിറിന്? ആ നോഗോ സോൺ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഒരു എക്സാമ്പിൾ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു. ഞാനൊരു എക്സാമ്പിൾ അതിന് പറയാം. എൻ്റെ ഫ്രീ തിങ്കിങ്, സ്കൂളിലെ ഫ്രീ തിങ്കിങ് ചെന്ന് എപ്പോഴും സ്റ്റോപ്പ് ചെയ്യുന്ന എവിടെയാണെന്ന് അറിയാവോ? എവല്യൂഷനിലായിരുന്നു. 10ാം ക്ലാസ്സിൽ ഞാൻ എൻ്റെ സാറിനോട് അടി കൂടിയിട്ടുണ്ട്. എവല്യൂഷൻ തെറ്റാണ്, ബൈബിൾ പറയുന്നതാണ് കറക്റ്റ് എന്ന് അടികൂടി ഒരാളാണ്. അപ്പൊ എൻ്റെ ഫ്രീ തിങ്കിങ്, സയൻസിൽ വിശ്വസിക്കാം, മരുന്നെടുക്കാം, മരുന്ന് പ്രവർത്തിക്കുന്നത് സയൻസിലൂടെയാണെന്ന് അറിയാം, എല്ലാം വിശ്വസിക്കുന്നുണ്ട്, പരീക്ഷയിൽ എഴുതുകയും ചെയ്യും അതെല്ലാം. പക്ഷേ ഐ വുഡ് നോട്ട് ബിലീവ്. അതായിരുന്നു എൻ്റെ നോഗോ. അതിന് മുമ്പോട്ട് ഞാൻ ചിന്തിക്കത്തില്ലായിരുന്നു. ലൈക്ക് അതായിരിക്കും ഒരു പക്ഷെ സത്വം ഉദ്ദേശിക്കുന്നത്, അല്ലേ സത്വം? അതെ അതെ, നമുക്കാണെങ്കിൽ ഒരു പരിധി വരെ ഓക്കെ ഇവിടം വരെ നമ്മൾ അംഗീകരിക്കും, എന്തും അംഗീകരിക്കും, അതിനപ്പുറത്തോട്ട് നമ്മൾ അംഗീകരിക്കത്തില്ല. ഇപ്പം ജേക്കബ് പറഞ്ഞത് വളരെ നല്ല ഉദാഹരണമാണ്. അങ്ങനെ എനിക്ക് സയൻസിൽ അങ്ങനെ ഒരിക്കലും ഒരു കാര്യം തോന്നിയിട്ടില്ല. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ എനിക്ക് റിലീജിയൻ അതിന്റെ കാര്യത്തിലായിരിക്കും കുറച്ചും കൂടെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ. കാരണം സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രോഗ്രസീവ് ആണ്. അവർക്ക് ഇന്ന കാര്യം തെറ്റാണെങ്കിൽ അവരത് മാറ്റി സ്ഥാപിക്കാനാണ് എപ്പോഴും ശ്രമിക്കാറ്. അപ്പൊ നമുക്ക് സയൻസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ചിന്ത വരേണ്ട ഒരു ആവശ്യം ഇല്ലെന്നാണ് ഞാൻ പറയാറ്. കാരണം ഇന്ന് നമുക്കത് തോന്നി, ഇന്നത്തെ സയൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയാണ്. അപ്പം എന്താ പറയാ ചില ആൾക്കാർ പറയും ഇന്ന് സയൻസ് പറയുന്നത് മാറ്റി പറയും എന്ന്. പക്ഷേ മാറ്റി പറയാന്ന് പറയുന്നത് അത് എൻറ്റയർലി തെറ്റാണെന്നല്ല പറയുന്നത്. അതില് കുറച്ചും കൂടി ഇംപ്രൂവൈസേഷൻ കൊണ്ടുവന്നിട്ട് അതിന്റെ തന്നെ വേറൊരു ഇന്റർപ്രിട്ടേഷൻ ആണ് പറയുന്നത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് പരീക്ഷണങ്ങളിലൂടെ. പണ്ട് മെഡിസിന്റെ കാര്യം പറയാം, പണ്ടൊക്കെ ആയുർവേദിക് മെഡിസിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചു. പിന്നെ നമ്മൾ മോഡേൺ മെഡിസിൻ എത്തിയപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് ഓഫ് മോളിക്യൂൾ മാത്രം എടുത്തിട്ട് മെഡിസിൻ ആക്കി. പണ്ടെന്ന് പറഞ്ഞാൽ ഈ ചെടിയെ കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇല്ലാത്തതോ എല്ലാ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിൽ എത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം മെഡിസിന്റെ ഒരു ട്രാൻസിഷൻ ആണ്. അപ്പൊ അതുപോലെ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നത് സയൻസിൽ മാത്രമാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞാൽ ഒരിക്കലും ലിമിറ്റ് വെക്കാത്തൊരു സംഭവം സയൻസ് ആണ്. അപ്പം എത്രത്തോളം ഇപ്പൊ സയൻസിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ ബിഗ് ബാങ് എന്താണെന്ന് അറിയാം. ബിഗ് ബാങ്കിന് മുമ്പ് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് 10⁻⁻⁻ ആ ഒരു സെക്കൻഡിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ഇതുവരെ ഉത്തരം കിട്ടിയില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ദൈവത്തെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതിന് ഉത്തരം കുറച്ച് ഒരു 10 വർഷം കഴിയുമ്പോൾ എന്തായാലും കിട്ടും. അതാണ് സയൻസ്. പക്ഷേ റിലീജിയൻ അങ്ങനെയല്ല. ഒരു 7 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാവസാനം വരെ ലൈക്ക് സൂര്യന്റെ 5 ബില്യൺ വർഷം കൂടെ കഴിഞ്ഞ് സൂര്യൻ ഭൂമിയെ ഫുള്ളി എടുത്തു കഴിഞ്ഞാൽ പോലും ഇവരുടെ സംഭവത്തിലുള്ളത് അത് ഫിക്സഡ് ആണ്, ഒരിക്കലും മാറില്ല. അപ്പൊ അവിടെ മാത്രമേ നമുക്ക് ആ ഒരു റെസ്ട്രിക്റ്റീവ് തിങ്കിങ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സയൻസിൽ ഒരിക്കലും ആ തിങ്കിങ് പറ്റത്തില്ല. നമ്മൾ എപ്പോഴും മാറ്റി ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം.
അപ്പൊ അങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം, ഒരു നോ എൻഡ് പോയിന്റ് ഇല്ല എനിക്ക് സയൻസിൽ. അതായിരുന്നു ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. അതായിരുന്നു, അങ്ങനെ ചെറുപ്പത്തിൽ അല്ലെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു നോഗോ എന്തെങ്കിലും ഏരിയയിൽ ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഏരിയയിൽ റിലീജിയൻ അവിടെ അവിടെ വന്നു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഞാൻ എൻ്റെ റിലീജിയനെ, ഐ റാദർ ഹോൾഡ് ഓൺ ടു മൈ റിലീജിയൻ ആൻഡ് നോട്ട് ദ ട്രൂത്ത്, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ എന്തെങ്കിലും? അങ്ങനെ ഒരു പോയിന്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, സൺഡേ സ്കൂളിൽ ചെറിയ പ്രായത്തിൽ പറഞ്ഞില്ലേ, ലൈക്ക് മറ്റേ 7 days കൊണ്ട് ഉണ്ടാക്കിയ സംഭവം. അപ്പൊ അന്ന് പറഞ്ഞ സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ അന്ന് ആ ഒരു ഭയങ്കര ചെറിയ പ്രായത്തിൽ ഞാൻ അത് എന്തോ എന്റെ ബ്രെയിനിനെ ഫോഴ്സ് ചെയ്ത് ഞാൻ അങ്ങ് വിശ്വസിപ്പിച്ചു. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയത്തില്ല. മേ ബി ബിക്കോസ് ഓഫ് മൈ ഫാമിലി. അത്രയും കാലം, ലൈക്ക് അത്രയും കാലം എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് ചൈൽഡ്ഹുഡ് ആണല്ലോ. അപ്പൊ ആ ഒരു സമയം ഫുള്ള് ഞാൻ ഇത് വിശ്വസിച്ച് പഠിച്ചത് കൊണ്ടായിരിക്കാം ആ ഒരു തിങ്കിങ് തലയിൽ വന്നത്. പക്ഷെ പിന്നെ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് ഒന്നും തോന്നിയിട്ടില്ല. ലൈക്ക് ഞാൻ എല്ലാം മറ്റേ ക്രോസ് ചെക്ക് ചെയ്ത് മാറ്റിക്കൊണ്ട് എപ്പോൾ എന്തെങ്കിലും സംശയം തോന്നി അപ്പൊ ഞാൻ ഗൂഗിൾ ചെയ്തു, പിന്നെ അങ്ങ് നിർത്തത്തില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര എനിക്ക് റിലീജിയനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇപ്പം നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഭവം തെറ്റാണെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് ഹോൾഡ് ഓൺ ചെയ്യുന്നത്. ആ ഒരു അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമുക്കത് ക്യാച്ചപ്പ് ചെയ്ത് പോയിക്കോളും. സിമിലർ ആണ് എനിക്കും. ഇതിലും കൂടുതലായിട്ടുണ്ടായിരുന്നു. കാരണം അഷറിൻ്റെ ഒരു ഇത് പറഞ്ഞപ്പോഴത്തേനും അത് പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റി. വലിയൊരു കാര്യമാണ്. എനിക്കൊന്ന് കുറേ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ഇൻ്റർനെറ്റ് റെവല്യൂഷനും കാര്യങ്ങളുമാണ്. ഞാനൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത് തന്നെ പിന്നെ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്ത് മാറി മാറി ജീവിച്ചു. അത് വലിയൊരു കാര്യം തന്നെയാണ്. എൻ്റെയൊക്കെ ഒരു കാര്യം പറയുമ്പം വളരെ ചെറിയൊരു ഗ്രാമത്തിൽ അന്ന് ഇൻ്റർനെറ്റും ഇല്ല, ഒന്നുമില്ല, യാതൊരുവിധ സാധനങ്ങളും ഇല്ല. പെന്തക്കോസ്തിൻ്റെ ഐസൊലേഷൻ, നന്നായിട്ട് ഒരു മറ്റൊരു മനുഷ്യനോട് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി പോലും ഇല്ലാതെ ഈ ഒരു അന്ധവിശ്വാസം തലയിൽ പേറി ജീവിച്ചത് കൊണ്ട് പല കാര്യങ്ങളും, ആ ഒരു എവല്യൂഷൻ്റെ കാര്യമാണ് എനിക്ക് എപ്പോഴും എപ്പോഴും ഓർമ്മ വരുന്നത്. എവല്യൂഷനെ കുറിച്ച് പഠിപ്പിച്ചപ്പം അറ്റ്ലീസ്റ്റ് ജേക്കബ് ട്രൈ ടു അവരോട് ആർഗ്യൂ ചെയ്യാനെങ്കിലും ശ്രമിച്ചു. പക്ഷേ ഞാൻ അതുപോലും ശ്രമിച്ചില്ല. എനിക്ക് പൂർണ്ണ ഉറപ്പായിരുന്നു. ഞാൻ ആ മനസ്സിൽ വിചാരിച്ചു ഇവർക്ക് എന്താ വിവരം ഇല്ലെന്ന് വിചാരിച്ചു. ആ ഒരു ടീച്ചറിനെ നോക്കിയിട്ട് ഞാൻ ചിന്തിച്ചതാണ്. പിന്നീട് ഇപ്പം എനിക്ക് റിഗ്രറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പം വന്നിരുന്നിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ എവല്യൂഷണറി സയൻസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെ ഉണ്ടെന്നൊക്കെ പിന്നീടാണ്, വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ ആ സാധനത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം എനിക്ക് എപ്പോഴുള്ള റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് അന്നേ ശരിയാണെന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അതിലൊരു കരിയറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയേക്കാം. അപ്പം അങ്ങനെ മിസ് ഔട്ടായി പോകുന്ന ഒത്തിരി ആൾക്കാർ ഇന്നും നമ്മുടെ ഇടയ്ക്കുണ്ട്. ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇപ്പോഴും ഈ കേൾക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഫ്യൂച്ചർ നിങ്ങൾ നശിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു എക്സ്ട്രീമായിട്ടുള്ള ഇത് മാത്രമാണ് യഥാർത്ഥ ശരിയെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്തോ സത്യമായിട്ടുള്ള കാര്യം പഠിപ്പിക്കുകയാണെന്നാണ്. അല്ല, ഇത് 2000 വർഷങ്ങൾ, 2000 ആയിട്ടില്ല, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആരോ തലയിൽ തോന്നിയൊരു രചന സാധനം എഴുതി വെച്ചത് നിങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ട് മക്കൾക്ക് മിസ് ഔട്ടായി പോകുന്നത് ഒത്തിരി കാര്യങ്ങളാണ്. എന്നെ പോലെ ഒരു വ്യക്തിയായി പിന്നീട് ഇവിടെ വന്നിരുന്ന് റിഗ്രറ്റോടു കൂടി സംസാരിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊരു അവസരം ഉണ്ടാക്കരുത്. കൈൻഡ്ലി എനിക്ക് ഒരു കാര്യമാണ് അഭ്യർത്ഥിക്കുകയാണ്. അതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം റിലേറ്റഡ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അഷീർ പറഞ്ഞു ഇറ്റ് ഈസ് ഫൈൻ, ഇപ്പോൾ കുഴപ്പമില്ല, അമ്മയുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഇതില്ലെങ്കിലും അത് മനസ്സിലാക്കാനും അഡ്മിറ്റ് ചെയ്യാനും ഉള്ളൊരു മെൻ്റൽ മെച്യൂരിറ്റി അഷീറിനുണ്ട്. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അത്ര ഞാൻ ലൈറ്റായിട്ടാണ് എടുക്കാറുള്ളത്. പക്ഷെ ഒരു വ്യക്തി ഇവിടെ ഗോഡീസ് ലവ് എന്ന് പറഞ്ഞ ആൾ കമൻ്റ് ഇട്ടിരിക്കുന്നത് എനിക്കും ഇതേ ഫീലിങ്സ് ഉണ്ട്, അവർക്ക് എന്നെ മനസ്സിലാകുന്നില്ല. അപ്പോൾ അഷീർ പറഞ്ഞതിന് റിലേറ്റഡ് ആയിട്ടാണ് ആ ഒരു വ്യക്തി കമൻ്റ് ഇട്ടേക്കുന്നത്. അഷീർ പറഞ്ഞത് ഞാൻ പല കാര്യങ്ങൾ പറയുമ്പോഴും അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് ഒത്തിരി ആൾക്കാർക്ക് ഉള്ളതാണ്. ഞാനും എൻ്റെ ഒരു ഫാമിലി ആയിട്ടുള്ള എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനെ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഫാമിലി പേരൻ്റൽ ആ ഒരു കണക്ഷൻ ഇല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ ഒരു മതവിശ്വാസം തന്നെയാണ്. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും പാപം, തെറ്റ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ മക്കൾക്ക് ചെന്നിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. അവർ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന സാധാരണ ഒരു പുസ്തകം വായിച്ചതോ പാട്ട് കേൾക്കുന്നതോ സിനിമ കാണുന്നതോ ഒക്കെ പോലും പാപങ്ങളായിരിക്കുന്നിടത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി എന്ന് ചെന്ന് പറയാൻ പറ്റാത്തൊരു സ്പേസാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം വീട്ടിൽ കുറേ റൂംമേറ്റ്സായി മാറുന്നതല്ലാതെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഫാമിലി ലൈഫ് പോലും അവിടെ ഉണ്ടാകുന്നില്ല. മക്കൾക്ക് സ്വന്തം പേരൻസിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് ഒരു ഫാമിലി ലൈഫ് പോകുന്നത്. ഇറ്റ് ഈസ് എ റിയാലിറ്റി, അൺഫോർച്ചുനേറ്റ്ലി. ഒരിക്കലും ആവാൻ പാടില്ലാത്ത ഒരു റിയാലിറ്റിയാണ്. പക്ഷേ അവിടെ തന്നെയും ഇപ്പം അഷറിൻ്റെ കാര്യം പറയുമ്പോൾ അഷറിന് ഈ ഒരു ഏജിലാണെങ്കിൽ കൂടി ഫാദർ ഒരു ഫ്രീ തിങ്കറായി മാറിയത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. ആ ഒരു സപ്പോർട്ട് അറ്റ്ലീസ്റ്റ് അവിടെ നിന്നെങ്കിലും ഒരു സപ്പോർട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വിശ്വാസികളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ രണ്ടുപേരും അതുപോലെ അല്ലാതെ രണ്ടുപേരും അമിത വിശ്വാസികളായി നിൽക്കുന്നവരുടെ മക്കൾ ഗോ ത്രൂ ചെയ്യുന്ന ഒരു മെൻ്റൽ പ്രഷറും കാര്യങ്ങളും ഇറ്റ് ഈസ് റിയൽ.
വെറുതെ പറയുന്നതല്ല, അത് റിയൽ ആണ്. ഒരു കുട്ടിയെ കൊണ്ട് അത് അനുഭവിപ്പിക്കരുത്. നിങ്ങളാൽ കഴിയുമെങ്കിൽ അയാളെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുക എന്നൊരു കാര്യമുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ ചേർത്ത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, അഷേറിന് ഓർമ്മയുണ്ടായിരുന്നോ ഈ ഒരു ഫാദർ ബിലീവർ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റേജ് ഓർമ്മയുണ്ടോ? ബിലീവർ ആയിട്ടുള്ള ആ ഒരു ഫാദറിനെ? അത് അത് കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. ലൈക്ക് ഞാൻ ഇപ്പോഴും ആർമിയിലായിരുന്നപ്പോൾ ലീവിന് വരുമ്പം പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കുറച്ചൊക്കെ. പക്ഷെ ഞാൻ കൂടുതലും പിന്നെ അങ്ങോട്ട് കണ്ടിട്ടുള്ളത് ഒരു ഫ്രീ തിങ്കർ ആയിട്ടാണ്. എന്തെങ്കിലും മേജർ ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? വിശ്വാസിയായിരുന്ന ഫാദറും വിശ്വാസി അല്ലാതായി മാറിയപ്പോഴും എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? അങ്ങനൊരു ഡിഫറൻസ് എനിക്ക് ലൈക്ക് ഇപ്പം വിശ്വാസി ആയിരുന്ന സമയത്ത് ഞാൻ കാണുന്ന വിശ്വാസിയും ലൈക്ക് വിശ്വാസത്തിന്റെ എൻഡ് സ്റ്റേജാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എന്നിലേക്ക് വിശ്വാസം അടിച്ചേൽപ്പിക്കാനായിട്ട് ഒരിക്കലും പപ്പ ശ്രമിച്ചിട്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ച് എൻ്റെ അടുത്ത് ഇതുവരെ അങ്ങനെ കാര്യങ്ങളൊന്നും പറയാത്തൊരു വ്യക്തി പപ്പ മാത്രമാണ്. പക്ഷെ പപ്പ എന്നോട് ഒരിക്കലും വിശ്വാസി ആകണ്ട എന്നും പറഞ്ഞിട്ടില്ല. 18 വയസ്സ് വരെ നിനക്ക് സമയമുണ്ട്. 18 വയസ്സിൽ നിനക്ക് റിലീജിയൻ എടുക്കണമെങ്കിൽ എടുക്കാം, ഏത് വേണോ എടുക്കാം, ഫുൾ ഓപ്ഷനാണ്. ഞാനിങ്ങനെ ക്രിസ്ത്യാനിറ്റി മാത്രമല്ല പറയുന്നത്, ഹിന്ദുയിസം ഉണ്ട്, ഇസ്ലാം, നിങ്ങൾക്ക് ഏത് വേണോ എടുക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ ഒന്ന് റിലീജിയൻ ഫോഴ്സ് ചെയ്യത്തില്ല, റിലീജിയനെ പറ്റി ഞാൻ സംസാരിക്കില്ല എന്ന് എൻ്റെ പപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെനിക്കൊരു നല്ല ഒരു ഇതായിട്ട് തോന്നി. കാരണം എനിക്ക് അവിടെ ഒരു ഓപ്ഷനാണ് ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ഒരു അങ്ങനെ ഒരു വ്യക്തിയാണല്ലോ ആവശ്യം. കാരണം ഒരു എപ്പോഴും റിലീജിയൻ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ ഇടയിൽ ഒരാള് റിലീജിയൻ സംസാരിക്കില്ല എന്ന് എന്നോട് പറയുമ്പോൾ എനിക്കതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വ്യത്യാസമേ തോന്നി, പക്ഷെ വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. അപ്പോഴും വിശ്വാസിയായിരുന്നപ്പോഴും വിശ്വാസിയാകണം എന്ന് എന്നോട് ഫോഴ്സ് ചെയ്തിട്ടില്ല. നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ എന്നൊക്കെ പറയുന്നവരോട് ഹൗ ഡു യു റിയാക്ട് ടു ദാറ്റ്? അല്ല, യേശുവിനെ ലൈക്ക് ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നല്ലപോലെ കേട്ടതും ബൈബിളിലെ കുറെ കഥകൾ എനിക്ക് അത്യാവശ്യം നല്ലപോലെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും സൺഡേ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെക്കാട്ടിൽ ഇപ്പൊ ഞാനും എനിക്ക് കുറച്ച് ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന കുറച്ച് ക്രിസ്ത്യാനിറ്റിയിലെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അവർക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു പുസ്തകത്തെ പറ്റി ഒരു ധാരണയുണ്ട്, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനെപ്പറ്റി ധാരണ ഇല്ലെങ്കിൽ ഒരിക്കലും പുറത്തു വരാൻ പറ്റില്ല. ഇതിനെപ്പറ്റി വെയ്ഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പെട്ടുപോകും. പക്ഷെ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ഒരു ബ്രീഫ് അല്ലാത്ത കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഐഡിയ, ഇതിന്റെ ഒരു ഹിസ്റ്ററി പോകുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് പുറത്തു വരാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, ഒരു ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്കിങ് ആണ്. അപ്പൊ എത്രത്തോളം കുറച്ചറിയാമോ അത്രത്തോളം ബോക്സിനകത്തായിരിക്കും. പക്ഷെ നമുക്ക് എത്രത്തോളം അറിയാൻ സാധിക്കുന്നു അതിനനുസരിച്ചുള്ള ലൂപ്പ് ഹോൾ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി പുറത്തോട്ട് വരും. അഷർ ഇപ്പോൾ ഓൺ എ ഡെയിലി ബേസിസ് പല അഷറിന്റെ സമപ്രായക്കാരുമായിട്ട് ഇടപെടുന്നു. അതിനകത്ത് വിശ്വാസികൾ വന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടോ? എങ്ങനെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഭയങ്കര സാധാരണയാണ്. ഞാൻ സ്ഥിരം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അഷർ അങ്ങനെ ഒരു റാഷണൽ ഫ്രീ തിങ്കറായി വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഡിഡ് യു സീ അതർ കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ തിങ്സ് ദാറ്റ് ഡിഡ് നോട്ട് ലൈൻ അപ്പ് വിത്ത് സയന്റിഫിക് തിങ്കിങ്, അല്ലെങ്കിൽ ഹൗ ഡിഡ് ദ ബൈബിൾ കം ടുഗെദർ? നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഇവല്യൂഷൻ ഭാഗമായിട്ട് ഈ റിലീജിയനും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ ഒരു 2-3 കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ദാറ്റ് യു നോട്ടീസ് ദാറ്റ് ദിസ് കനോട്ട് ബി ട്രൂ, what is written in the Bible or whatever cannot be true. അങ്ങനെ ഒരു 2 കാര്യം എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് കാര്യം, ക്രിയേഷൻ ഓഫ് യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ എന്ന് പറഞ്ഞ ഒരു 7 ഡേ എന്നോട് ഞാൻ ലിറ്റ്മസിന്റെ ഇതിൽ സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞത് 7 ഡേ ക്രിയേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതില് 7 ഡേ ക്രിയേഷൻ തെറ്റാണ്. ആക്ച്വലി യൂണിവേഴ്സ് ഇത്ര ഏജ് എടുത്തിട്ടാണ് ഉണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതില് ഒരു കോമെന്റ് വന്നത് ഇങ്ങനെയാണ്, അത് ആക്ച്വലി 7 ഡേയ്സ് അല്ല 6 ഡേയ്സ് ആണ്. 7th ഡേ ഗോഡ് റെസ്റ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അവിടെയുള്ള മിസ്റ്റേക്ക് കണ്ടുപിടിക്കുക എന്നതാണ് ഇവര് ഫോക്കസ് ചെയ്തത്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ആക്ച്വലി 7 ഡേയ്സ് ആകുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. ലൈക്ക് ആ ഒരു കംപ്ലീഷൻ 7th ഡേ റെസ്റ്റിലാണ് ഗോഡിന്റെ ക്രിയേഷൻ എന്ന കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ഞാൻ 7 ഡേ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ, ആദ്യ ദൈവം ആകാശം ഭൂമിയാണ് സൃഷ്ടിച്ചത്. ഈവൻ ആകാശം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. ഞാൻ അതിനെ അറ്റ്മോസ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ഞാൻ അതിനെ എംപ്റ്റി സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്തു. എല്ലാവരും അങ്ങനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഒരു എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ചെയ്തു, ആദ്യമേ ഭൂമിയെ കൊണ്ടുവന്നു. അതിനുശേഷം പിന്നെയാണ് സൂര്യനെ കൊണ്ടുവരുന്നത്. നക്ഷത്രങ്ങളെ സൂര്യന് ശേഷമാണ് കൊണ്ടുവരുന്നത്.
അങ്ങനെ ഒരു ജമ്പിൾഡ് ഓർഡറാണ്. പ്ലാന്റ്സ് ഒക്കെ വന്ന ശേഷമാണ് സൂര്യൻ വരുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ പ്ലാന്റ്സിന് നിൽക്കാനായിട്ട് സൂര്യൻ വേണം. ഒരു ദിവസം പോലും സൂര്യൻ ഇല്ലാതെ ഒരു പ്ലാന്റ് നിൽക്കുമോ? പോട്ടെ, എർത്ത് തന്നെ സസ്റ്റെയിൻ ചെയ്യില്ല. ഇനി നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ എഴുതി വെച്ച ആൾക്കറിയത്തില്ല സൂര്യൻ ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് എഴുതി വെച്ചെന്ന് കഴിഞ്ഞാൽ സൂര്യനെ ഉണ്ടായി, അതിനുശേഷം കോടാനുകൂടെ നക്ഷത്രങ്ങളെ ഉണ്ടാക്കി. അപ്പം സൂര്യൻ ഒരു നക്ഷത്രമാണെന്ന് അറിയാത്തതുകൊണ്ടാണ് വേറൊരു കോൺസെപ്റ്റ് വന്നത്. ഇതിൽ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെക്കാട്ടിലും മുമ്പേ ഭൂമി ഉണ്ടായി. ഇതെല്ലാം സംഭവിക്കുന്ന ഓരോ ദിവസമാണ്. ഈവൻ ഇഫ് വി കൺസിഡർ ഗോഡിന് ഒരു ദിവസമല്ല, ഗോഡിന്റെ ഒരു ദിവസം പ്രൊലോങ് ഇയർ ആണെന്ന് കൺസിഡർ ചെയ്താലും ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ തെറ്റല്ലേ? എന്റെ അപ്പൂപ്പന് മുമ്പ് ഞാൻ ഉണ്ടായി എന്ന് ഒരാൾ എന്നോട് പറയുകയാണ്. പക്ഷെ ഞാൻ എന്റെ അപ്പൂപ്പന്റെ എന്താ ചെറുമോനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മനസ്സിലായില്ലേ? അതാണ് ആ ഒരു അവിടെ ആ ഒരു ഭയങ്കര ഓർഡർ തെറ്റാണ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എഴുതിയ ആള് അത്ര ചിന്തിച്ചു കാണില്ല. കാരണം അന്നത് അറിയത്തില്ല. കാരണം ഈ ദിവസം എന്ന് പറയുന്നത് ഭൂമി സൂര്യനും കറങ്ങുന്നതിന്റെ ഫലമായിട്ടാണ്. സൂര്യൻ നിൽക്കുന്നു, ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഭൂമിയുടെ റൊട്ടേഷന്റെ ഫലമായിട്ടാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. മേ ബി അതറിയാത്ത ആളായിരിക്കും എഴുതിയത്. അതുകൊണ്ടാണ് ഓരോ ദിവസമായിട്ട് പ്രത്യേകം എടുത്തത്. ഇനി രാത്രി പകൽ, ആക്ച്വലി ഇവിടെ ഇപ്പം ജേക്കബിന് ഒരു ടൈം ആയിരിക്കും, നീലിന് ഒരു ടൈം ആയിരിക്കും, എനിക്കൊരു ടൈം ആയിരിക്കും. അപ്പൊ ജീസസ് ക്രൈസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഗോഡിന്റെ നൈറ്റ് ഏതാണ്, ഡേ ഏതാണെന്ന് ഗോഡിന് തന്നെ അറിയത്തുണ്ടാവും. അല്ലെങ്കിൽ നമുക്കത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഏത് നക്ഷത്രത്തെ വെച്ചിട്ടാ അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടാ ഇത് ഉണ്ടാക്കിയെന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഏറ്റവും കോമഡി മനുഷ്യനെ ഉണ്ടാക്കും. ആദ്യം മൃഗങ്ങളെ ഉണ്ടാക്കി, മനുഷ്യനെ ആദ്യം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എവല്യൂഷൻ തിയറി വന്നതിന് പെട്ടെന്ന് അങ്ങ് തെറ്റിപ്പോകും. കാരണം എല്ലാം ഒരു സിംഗിൾ സെൽഡ് ആനിമൽ ആണല്ലോ. ഇനി പിന്നെ പറയാൻ ഇവർക്ക് വാക്ക് കിട്ടി, മൃഗങ്ങൾ ഉണ്ടായ ശേഷമാണ് മനുഷ്യനുണ്ടായത്. ഓക്കെ, അപ്പൊ അവർക്ക് പറയാനായിട്ടുള്ള ഒരു സംഭവമായി. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉണ്ടാക്കിയത് മണ്ണ് കുഴച്ച് ശ്വാസം ഊതിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു മനുഷ്യനുണ്ടാകും എന്നതാണ് ചോദ്യം. മനുഷ്യന്റെ ദേഹത്ത് മണ്ണാണോ ഉള്ളത്? ഈ ചില വിശ്വാസികൾ മണ്ടന്മാര് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ മണ്ണിലുള്ള എലമെന്റ് എല്ലാം മനുഷ്യന്റെ ദേഹത്തുണ്ട്. എന്നാൽ പിന്നെ നമ്മുടെ ദേഹത്തുള്ള എല്ലാ എലമെന്റും നക്ഷത്രത്തിലുണ്ട് എന്ന് പറഞ്ഞ് നക്ഷത്രം പൊട്ടിച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിന്റെ കാർബൺ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കാർബൺ കൊണ്ടുണ്ടാകുന്ന എല്ലാ സംഭവം എല്ലാ സ്ഥലത്തും കാണും. അപ്പം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ബ്ലഡ് ഫ്ലോ ഉണ്ട്, ലിംഫാറ്റിക് ഫ്ലോസ് ഉണ്ട്, ഓർഗൻസ് ഉണ്ട്. ഇതൊക്കെ മണ്ണ് കുഴച്ച് എങ്ങനെ ഉണ്ടാകും? അതിലും കോമഡി എന്ന് പറഞ്ഞാൽ ഭാര്യയെ ലൂരി എടുത്തിട്ട് ഒരു സ്ത്രീയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ മെയിൽ ഷോവനിസം കാണിച്ചു തുടങ്ങി. ഫസ്റ്റ് മെയിൽ വരുന്നു, പിന്നെ മെയിലിന്റെ ഭാര്യയെ ലൂരിയിട്ടാണ് സ്ത്രീ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതിയത് ഒരു ആണുങ്ങൾ പ്രിഡോമിനന്റ് ആയിട്ട് നിന്ന സമയമാണ്, അവരുടെ കൾച്ചർ കൂടുതലാണ്. അപ്പൊ എന്ത് പറ്റി? പിന്നെ തെറ്റുകാരിയാക്കുന്ന ആരെയാണ്? ഹൗവയാണ് തെറ്റുകാരിയാക്കുന്നത്. ഹൗവ കാരണമാണ് നമ്മൾ തെറ്റാക്കിയത്. ആദ്യം തെറ്റ് ചെയ്തില്ല. ഈവൻ ഈ പറയുന്ന പാമ്പിന്റെ ജെൻഡർ പോലും റിവീൽഡ് അല്ല, അല്ലേ? പാമ്പ് ആണാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പം പാമ്പിന്റെ കുറ്റക്കാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗവയാണ്. അപ്പൊ ഇതാണ് ഈ ക്രിയേഷനിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ. പിന്നെ കോമഡി ആയിട്ട് തോന്നി പറഞ്ഞാൽ ഇതേപോലെ പല ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ഇതിന് മുമ്പും ഇതിന് ശേഷമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ആദം ആൻഡ് ഈവ് സ്റ്റോറി ബൈബിളിലുള്ള പോലെ സിമിലർ ആയിട്ട് പല റീജിയണൽ സ്റ്റോറീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തെളിയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിവിലൈസേഷൻ കുറച്ചും കൂടെ പുറകോട്ട് പോകുമ്പോൾ മനുഷ്യര് കഥകളിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഒരു കൾട്ടിന് ദൈവം ഈ പേടി ആൻഡ് ഞങ്ങളൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്ന സംഭവം കൊതി ആൻഡ് പേടി. സോ ഈ പേടി ആൻഡ് കിട്ടുന്ന സംഭവം റിവാർഡ് ആൻഡ് ഫിയർ, ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ ഗോഡ് എന്ന കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. ഇവർക്ക് അറിയുന്ന സൂര്യൻ, ചന്ദ്രൻ, ഇതെല്ലാം എന്താ പറയാ ദൈവങ്ങളായിരുന്നു. ഇവരെ പറ്റി ഒരാൾ ഒരു സ്ഥലത്തുനിന്ന് കഥ പറയും, വേറെ സ്ഥലത്തുനിന്ന് വേറൊരാൾ കഥ പറയും. ഇത് ഇന്റർമിക്സ് ആയിട്ട് വേറൊരു കഥയായിട്ട് അപ്പുറത്ത് പോകും. സോ ഇങ്ങനെ പറഞ്ഞ കഥയിൽ നിന്നാണ് ആദം ആൻഡ് ഈവിന്റെ കഥ ഉണ്ടായത് എന്നതിന്റെ തെളിവാണ് ഇതിന് മുമ്പുള്ള കുറെ ടൈപ്പ് ഓഫ് റീജിയണൽ സ്റ്റോറീസ്. അപ്പൊ അത് അതിന്റെ ഒരു തെളിവാണ്. ഇനി എന്തുകൊണ്ടാണ് ഹിന്ദുയിസത്തിലുള്ള ആൾക്കാർ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ആനിമൽ ആൻഡ് അവർ യൂസ് ചെയ്യുന്ന ടൂൾസ് എല്ലാം ദൈവങ്ങളുടെ കയ്യിലിരിക്കുന്ന ടൂൾസ് എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റോണേജ് ടൈപ്പ് ഓഫ് ഇതാണ്. ഈവൻ ശിവന്റെ കയ്യിൽ പോലും ഇരിക്കുന്ന ത്രിശൂലം, ലൈക്ക് അതൊക്കെ ഈവൻ മെറ്റൽ ഏജിൽ ഉണ്ടാക്കിയ പോലും ഒരു അയൺ വെച്ചുണ്ടാക്കിയതായിരിക്കാം. അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞ ഫെറാറിയോ ഡ്യൂക്കോ ഒന്നുമല്ല, അവർ സഞ്ചരിക്കുന്ന കാളയിലും പശുവിലും ഒക്കെയാണ്. ആന എലിപ്പുറത്ത് കയറിയിരുന്ന അത് ക്രിയേറ്റിവിറ്റിയാണ്. ഒരിക്കലും ഒരു ആനയ്ക്ക് എലിപ്പുറത്ത് കയറാൻ പറ്റില്ല. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി റിലീജിയൻ അതാണ്. അപ്പൊ ഹിന്ദുയിസം ആണ് ഓൾഡസ്റ്റ് റിലീജിയൻ. അതിൽ നിന്നും ക്രിസ്ത്യാനിറ്റി അപ്പം എത്രത്തോളം ട്രാൻസിഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത് നമ്മൾ റിലീജിയന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പം
പ്രൈമറി റിലീജിയൻ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഭയങ്കര എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതിൽ നിന്നും കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള റിലീജിയൻ കുറച്ചും കൂടെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. കാരണം ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ, എന്തെങ്കിലും നല്ല ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് ഉള്ളത്. പിന്നെ സോഷ്യൽ ഡിഫറൻസ് ആൻഡ് എൻവയൺമെന്റൽ ഡിഫറൻസ്. ഇപ്പം ഹിന്ദുയിസം ഇവിടെയാണ് ഫോം ചെയ്തിരുന്നെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഫോം ചെയ്തത് വേറൊരു സ്ഥലത്താണ്. ഈ അടുത്ത എനിക്ക് ക്രിസ്ത്യാനിറ്റി തോന്നിയ ഏറ്റവും വലിയ കണ്ടെത്തൽ നോഹയുടെ പെട്ടകം മുങ്ങിയ കാര്യമാണ്. സിവിലൈസേഷൻ തുടങ്ങിയിട്ട് ഇവര് പറയുന്ന പോലെ ഒരു പ്രളയം ലോകത്ത് ഇത്ര വലിയത് ഉണ്ടായിട്ടില്ല. ഇവര് ഏതെങ്കിലും ഒരു പ്രളയം, ഇപ്പം ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിക്കാം, ഒരു പ്രളയത്തിൽ ഇന്ന ഒരു സ്ഥലത്ത്, ഇപ്പൊ അവര് നിൽക്കുന്ന ആ ഒരു റീജിയണൽ സ്ഥലത്തെ കുറെ സ്ഥലങ്ങൾ മുങ്ങിപ്പോയിട്ടുണ്ടാകാം, അവിടെ ഉള്ളവരിൽ കുറച്ച് പേരെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അത് വെച്ച് ഇവർ എടുത്തൊരു സ്റ്റോറിയാണ് നോഹയുടെ പെട്ടകം. കാരണം ഇത് ഒരിക്കലും ഭൂമിയിൽ ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടായിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ സംഭവിക്കും. ഇപ്പം നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ നോഹയുടെ കുടുംബവും മാത്രമാണ് എന്താ പറയാ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ മേ ബി നമ്മളൊന്നും ഇവിടെ കാണില്ലായിരുന്നു. നമ്മുടെ ബോഡിയിൽ എന്താ പറയാ ഇന്ന് കാണുന്ന പല ചേഞ്ചസ് ഉണ്ടാവും, പല ചേഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം നോഹയുടെ എന്താ പറയാ ഭാര്യ 2 പിള്ളേർ മാത്രം എന്ന് പറഞ്ഞ് രണ്ടല്ല മീൻസ് എത്ര പിള്ളേരുണ്ടായിരുന്നു, അവർ മാത്രം രക്ഷപ്പെട്ടു. ഇവര് എന്താ പറയാ സെക്സ് ചെയ്ത് കുട്ടികൾ ഉണ്ടാവുമ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റെൻഡ് ആയി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻ ഭയങ്കര സ്മോൾ ആണ്. അപ്പം എക്സ്റ്റെൻഷനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഒരു ജോഗ്രഫിക്കൽ എവിഡൻസും ഭൂമി ഫുള്ള് പ്രളയത്തിൽ മുങ്ങിപ്പോയതിന് ഒരു തെളിവുമില്ല. ഇനി ഇങ്ങനെ ഇത് മനുഷ്യന്റെ കേസിൽ മാത്രമല്ല, ലോകത്ത് ജീവിച്ചിരുന്ന എല്ലാ ജീവികളുടെയും കേസിൽ ഇതാണ്. കാരണം എല്ലാ ജീവികളുടെയും ആണും പെണ്ണും മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ, ഒരു ഒറ്റ പെയർ. ആ പെയറിൽ നിന്ന് റീപ്രൊഡക്ഷൻ സംഭവിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഈവൻ സംഭവിച്ചാൽ പോലും അതിനുശേഷം അതിന് മുന്നോട്ട് ഒരു തലമുറ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അതൊരു മാസ് എക്സ്റ്റെൻഷനിലേക്ക് കടന്നു പോയേനെ. പക്ഷെ ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ ഹോമോ നിയാൻഡർതാലൻസിസ്, ഹോമോ ഇറക്ടസ്, ആസ്ട്രലോപിറ്റെക്കസ് റാമിഡസ്, ഇതേപോലെയുള്ള പ്രാചീന മനുഷ്യന്മാരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവം ക്രിയേറ്റ് ചെയ്ത ആദം എന്ന് പറഞ്ഞാൽ ഹോമോസാപ്പിയൻ ആയിട്ടുള്ള മറ്റേ വളരെ നേരെ ജനിച്ച വളഞ്ഞ തുണിയൊക്കെ എടുത്ത് നേരെ സിവിലൈസേഷനിലോട്ട് അങ്ങ് ചാടുമായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമാനായ ഒരു ആദമിനെയാണ് സൃഷ്ടിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എവിഡൻസ് നമ്മളുടെ ജീനിൽ കാണുന്നതാണ്. നിയാൻഡർതാലൻസിന്റെ ഇറക്ടസിന്റെയും DNA അതുപോലും പറയാൻ പറ്റാത്ത ഒരു റീജിയൻ. ഡൈനോസറുകളെ പറ്റി പറയുന്നില്ല. അപ്പൊ ചിലർ പറയും കണക്ക് പുസ്തകത്തിൽ എന്തിനാണ് ഇംഗ്ലീഷിന്റെ ഗ്രാമർ എന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, കണക്ക് പുസ്തകത്തിൽ അല്ലെ ഒന്നുമില്ല, 12ാം ക്ലാസ്സിന്റെ കാൽക്കുലസ് പുസ്തകമാണ്, അതിൽ 1+1 = 2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട കാര്യം, അതിൽ 2+2 4 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1+1 2 ആണെന്ന് പറഞ്ഞിരിക്കണം. കാരണം ഇതിൽ നമ്മളുടെ ബൈബിളിൽ ക്രിയേഷനെ പറ്റി പറയുന്നുണ്ട്, അതിനുശേഷം മനുഷ്യൻ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് എക്സ്റ്റെൻഷനെ പറ്റി പറയുന്നില്ല? കാരണം അന്നത്തുള്ള ആൾക്കാർക്ക് അറിയത്തില്ല ഇങ്ങനെ ജീവികൾ എക്സ്റ്റെൻഡ് ആയി പോയില്ല. ക്രിയേഷനെ പറ്റി പറയുന്നുണ്ട്, മുന്നോട്ട് പോകുന്നതിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എക്സ്റ്റെൻഷനെ പറ്റി പറയുന്നില്ല? കാരണം അവർക്ക് അറിയത്തില്ല. കാരണം ഡൈനോസറുകൾ ജീവിച്ചിരുന്നൊന്നും അത് എഴുതിയ കാലത്തുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പം എന്തിനാണ് കണക്ക് പുസ്തകത്തിൽ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ തിരിച്ച് ഇതുപോലെ എന്ന് പറയണം. ഇതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് പറയണം. അങ്ങനെയാണെങ്കിൽ ദൈവം അത് മുക്കി. എന്തുകൊണ്ട് മുക്കി? പിന്നെ ഈ ടൈം ലാപ്സ് എല്ലാം വളരെ ജമ്പിൾഡ് ആണ് ബൈബിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മതി. ഇതൊരു മനുഷ്യനായി സൃഷ്ടിച്ച ഒരു മതമാണ്. ഇതൊരു പിന്നെ ആൾക്കാർ ബിലീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് ലിവിങ്, ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ എന്നാണ് എന്നോട് ഡിബേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് റിലീജിയൻ എന്താണ് റിലീജിയൻ? ദൈവമുണ്ട്, ഒരു പുസ്തകമുണ്ട്, സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അതിന് ഒരു പ്രൊഫറ്റ് ഉണ്ടാവും, എല്ലാ സംഭവം ഉണ്ടാവും. ബട്ട് ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് ലിവിങ്, നോട്ട് എ റിലീജിയൻ. അതാണ് അവരുടെ ഒരു എല്ലാ റിലീജിയസ് ക്വാളിറ്റി ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പരീക്ഷ എഴുതിയിട്ട് 80 വാങ്ങേണ്ട കുട്ടിയാണ്. പക്ഷേ എന്റെ എന്റെ ആൻസർ ഷീറ്റ് കണ്ടിട്ട് എന്റെ സാറ് പറയാണ് ഇവന് 0 ഇട്ട് കൊടുക്കാം എന്ന് പറയുന്ന രീതിയാണ്. ലൈക്ക് പറയാം, എല്ലാ സംഭവവും റിലീജിയൻ ആയിട്ട് ഒരു ക്രിസ്ത്യാനിറ്റി ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ട്. ഒരു ദൈവമുണ്ട്, പ്രൊഫറ്റ് ഉണ്ട്, ബൈബിൾ ഉണ്ട്, സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അങ്ങനെയാണ് കൾട്ടാണ്, ഇത് പുരോചിതമാണ്, എല്ലാം ഉണ്ട്. ബട്ട് ആൾക്കാർ അത് ഇപ്പോഴും വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പോഴും അതിന്റെ ഉത്തരം ഇല്ലെന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിലെ പഠിച്ചതിന്റെ ബ്ലൈൻഡ് ബിലീഫ് അവർ തലയിലെടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ എന്റെ ആൻസർ ഇച്ചിരി ലോങ് ആയിപ്പോയി, ഞാൻ ഇത്രയും പറയാൻ ഉദ്ദേശിച്ചില്ല, ആയിപ്പോയതാണ്. ആഷിറെ, എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ ആഷിർ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ ഇതേപോലത്തെ ചോദ്യങ്ങൾ ഞാൻ പണ്ട് ചോദിക്കുമായിരുന്നു. അതായത് കായേന് ഭാര്യനെ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ അന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ കഥകളൊക്കെ നീ ലിറ്ററലായിട്ട് വായിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ ഒരു ആ കാലത്തെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയേക്കുന്നതാണ്. ഇതിനകത്തൊരു ഇത് ദൈവം സൃഷ്ടിച്ചു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു ആൾക്കാരെ എനിക്ക് അറിയാം. അപ്പൊ ആഷിറിന് അങ്ങനത്തെ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, എന്നോട് ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു പറയാറുള്ളത്,
അങ്ങനെയാണെങ്കിൽ വെള്ളം വീഞ്ഞാക്കിയതും കുരുടനെ ചെവി കേൾക്കാൻ സഹായിച്ചതും കണ്ണ് കാണാത്ത ആൾക്ക് കണ്ണ് കാണാൻ സഹായിച്ചതും 5000 പേരെ പോഷിച്ചതും ഇതെല്ലാം ലിറ്ററലി സെൻസിൽ വായിക്കേണ്ട സംഭവങ്ങൾ. അത് അങ്ങനെയാണെങ്കിൽ മിറക്കിൾസ് എല്ലാം തന്നെ ഇല്ലാതാക്കി. ഇത് ഇത് ബിലീവേഴ്സിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവർക്കെതിരെ സംഭവങ്ങൾ, ഇവർക്ക് അഡ്വാൻറ്റേജസ് അല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഇവർ പറയാം അത് ലിറ്ററൽ സെൻസിൽ കണ്ടാൽ മതി, ഇതൊക്കെ ലിറ്റററി ആണ്, ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവാനായിട്ട് എഴുതിയത്. പക്ഷേ അതേസമയം ഇവര് മറ്റേ പറയുന്ന മിറക്കിൾ വല്ലതും ആണെങ്കിൽ അത് ലിറ്റററി സെൻസ് ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല, ജീസസ് ക്രൈസ്റ്റ് ചെയ്താണ് ആൾക്കാർ കണ്ടതാണ് എഴുതി വെച്ചാണെന്ന് പറയും. അപ്പൊ അവിടെ ഭയങ്കര പ്രശ്നമാണ്. അത്ര എനിക്ക് ഓക്കെ. അവരോട് അങ്ങനെ പറയാനുള്ളൂ. അപ്പോഴത്തേക്ക് അതിന് ഉത്തരവായി, എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റിന് ഉത്തരം കിട്ടും, അപ്പൊ തന്നെ അവർക്ക് തന്നെ കിട്ടിക്കോളും. എനിക്ക് അഷറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായിരുന്നു. അഷർ, ഹൗ ഡു യു സീ യുവർ സെൽഫ്, ഡു യു സീ യുവർ സെൽഫ് ആസ് an activist, like a free thinking activist ആയിട്ട് കാണുന്നുണ്ട്? അതല്ലെങ്കിൽ യു ആർ ജസ്റ്റ് മൈൻഡിങ് യുവർ ഓൺ ബിസിനസ്, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ പറയും, അത്രേ ഉള്ളൂ, അങ്ങനെയാണോ? വാട്ട് ഇസ് യുവർ അപ്രോച്ച്? ഒരു മിക്സഡ് ആയിട്ടുള്ളതായിരിക്കും. പിന്നെ പ്യുവർലി ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് ഒരിക്കലും ഇറങ്ങി എല്ലാവരോടും മാറണം അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ നമ്മുടെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഒരാളായിട്ടുണ്ടായിരുന്ന ചർച്ചയിൽ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഇപ്പം മനസ്സിലാകുന്ന ഓഡിയൻസിനോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ, അങ്ങനെ ഒരു തിങ്കിങ്ങിൽ. അപ്പൊ നമ്മൾ ഒരിക്കലും ആക്ടിവിസ്റ്റ് ഒക്കെ ആയിക്കഴിഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ ബന്ധുപുസ്തകരെ പോലെ എല്ലാ സ്ഥലത്തും പോയി സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ ആയിപ്പോകും. അത് നമുക്ക് പറ്റിയ പരിപാടിയില്ല. നമ്മളോട് സംസാരിക്കാനായിട്ട് ഒരാൾ വരുമ്പോൾ ഐഡിയോളജി ഷെയറിംഗ് ആണ്. ആ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാക്കണം. ആ ഒരു ചിന്തയ്ക്ക് കപ്പാസിറ്റി ഉള്ള ആളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയും നമുക്ക് പ്രാന്താണ്, അല്ലെങ്കിൽ നമ്മൾ പറയാം അയാൾക്ക് പ്രാന്താണ്, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അതിന് നല്ലത് നോർമലി പോവുക, ഇതുപോലൊരു നല്ല ലൈവായിട്ടുള്ള ഇന്ററാക്ഷൻ. ഇതപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആക്ടിവിസ്റ്റ് ആയിട്ട് എല്ലാവരിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിക്കാൻ പറ്റില്ല, ബട്ട് നമ്മുടെ ഐഡിയോളജി ഷെയർ ചെയ്യുക, കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക, മാറുക, അതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഏറ്റവും നല്ല വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എല്ലാവരും പേഴ്സണലി ചെന്ന് മറ്റേ റോഡിലൊക്കെ നിന്ന് സുവിശേഷം പറയുന്നതിനെക്കാട്ടിലും ഇതുപോലെയൊക്കെ ഡിസ്കഷൻസ് നടത്തുന്നതാണ് കുറച്ചുകൂടെ ലൈവ്. ഈ ഒരു പ്രായം, ഈ ഒരു ജീവിക്കുന്ന രീതി, ഫാദറിൻ്റെ സപ്പോർട്ട്, ഈവൻ ഫാമിലിയിൽ നിന്ന് ബാക്കിയുള്ളവരുടെ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ പോലും ഫാദർ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള ആ ഒരു ഏജിലുള്ള അല്ലെങ്കിൽ ചർച്ചിലുള്ള പെന്തക്കോസ്തിലുള്ള മറ്റുള്ള ആൾക്കാരുമായിട്ടും കോണ്ടാക്ട് കാണുമല്ലോ. അതിലും ഈ വിശ്വാസം മേ ബി ഇല്ലാത്ത അല്ലെങ്കിൽ ഓൾമോസ്റ്റ് പോയിട്ടും അതിൽ തന്നെ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കേണ്ടി വരുന്ന, വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രഷറൊക്കെ കാരണം അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ അറിയാം. അറിയാം, എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഇപ്പം എന്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനൊരു സ്റ്റുഡൻസ് ആണല്ലോ നമുക്ക് ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമൂഹം. അപ്പം ഞാൻ എന്റെ കയ്യിൽ എന്നിൽ ഞാൻ കാണുന്ന ഏറ്റവും ഒരു പ്രൗഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും ഞാൻ പറയുന്ന ഐഡിയോളജി അക്സെപ്റ്റ് ചെയ്യും. ഈവൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന വളരെ കുറച്ച് 1-2 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ബാക്കി എനിക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ഞാൻ എങ്ങനെയാണെന്ന് അറിയാം. അതോടൊപ്പം തന്നെ അവർ എന്റെ ഐഡിയോളജിയെ മനസ്സിലാക്കി അവർ എന്റെ കൂടെ നിൽക്കുന്നു എന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം ഈ പ്രായത്തിൽ ചോദ്യം ചോദിക്കാനാണ്. അപ്പൊ ഞാൻ ആ സ്പാർക്കിലേക്ക് ഇങ്ങനെ പെട്രോൾ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അവർ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ അവർക്ക് അങ്ങനെ വരാറുണ്ട്. അങ്ങനെ ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറെ പേര് ഫാമിലിയിൽ പറഞ്ഞിട്ടുള്ളവരുണ്ട്, ഫാമിലിയിൽ പറയാൻ പറ്റാത്തവരുണ്ട്. അതിൽ തന്നെ അവര് ഇതുമായിട്ട് ഇങ്ങനെ ഇപ്പം ജസ്റ്റ് ആ ഒരു ഇതിൽ ഫോളോ ചെയ്ത് പോകണം, ബട്ട് ബിലീവർ അല്ല. അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ എനിക്കുണ്ട്. അശ്രയ, ഈ ഒരു സാധാരണ വരുന്ന ഒരു ഒബ്ജക്ഷൻ, അതായത് നിങ്ങൾ ദൈവം ഇല്ലാതില്ല എന്നൊക്കെ പറയുന്നത്, അപ്പം നമ്മുടെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എത്തിക്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്ത് നടക്കാമല്ലോ, എല്ലാവർക്കും എന്തോ ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടല്ലോ, അങ്ങനെ ആരെങ്കിലും വന്ന് പറയാറുണ്ടോ? അതിനെങ്ങനെ കൗണ്ടർ ചെയ്യുന്നു? അങ്ങനെ പറയാറുണ്ട്. ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ദൈവത്തിന്റെ മൊറാലിറ്റി എന്താണ്? ദൈവം പറയുന്നത് കേൾക്കാത്തവരെ തുടച്ചു നീക്കി കുന്നുകളയുന്ന ആളാണ് ദൈവം. ഞാൻ പറഞ്ഞു ദൈവം നല്ല സ്നേഹമുള്ള ആളാണ്, കരുണാവാനാണ്. എന്നിട്ടാണ് ഒരു സമൂഹം ഒരു ഭൂമിയിലുള്ള എല്ലാവരെയും എന്തിനു പോയിട്ട് മൃഗങ്ങളെ പോലും വെറുതെ വിട്ടില്ല നോഹയുടെ പ്രളയത്തിൽ. പിന്നെ ഞാൻ നോഹയുടെ പ്രളയം മാത്രം പറഞ്ഞ് ചിലർ പറഞ്ഞാൽ ഇത് മാത്രം വായിച്ചിട്ട് വന്നിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേറെ പല സ്ഥലത്തും എന്താ പറയാ ദൈവത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ. ഇപ്പം ഷിംഷോന്റെ കേസ്, ഷിംഷോനല്ലേ മുടി മുറിച്ച് ആ ഒരു സ്ഥലം ഫുള്ള് എന്തിന് ഷിംഷോൻ മുടി വളർത്തി മുടി മുറിച്ച് കളഞ്ഞത് കൊണ്ട് ഷിംഷോനെ അവിടെ ഉള്ള എല്ലാവരെയും ഒരുമിച്ച് കൊന്നു കളഞ്ഞ ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് മൊറാലിറ്റി? ദൈവത്തിന് ഒരു ഡെഫിനറ്റ് മൊറാലിറ്റി ഇല്ല. ഈവൻ ദൈവം പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അപ്പനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും സ്നേഹിക്കും. ഏതെങ്കിലും അപ്പം പറയും നീ ഞാൻ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അടുത്ത ദിവസം തീ തള്ളിയതോ, എന്നിട്ട് നീ ചത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ വേറൊരുത്തിന് സ്വർഗത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ നീ ഇവിടെ ഇങ്ങനെ കിടന്ന് നരകത്തിൽ കിടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ് നിങ്ങളുടെ മൊറാലിറ്റി?
നിങ്ങൾക്ക് എപ്പോഴും ഒരു മൊറാലിറ്റിക്ക് ഒരു ഡെഫിനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന മൊറാലിറ്റി നിങ്ങളുടെ ഒരു കൾട്ടിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ എന്റെ മൊറാലിറ്റി അങ്ങനെയല്ല. ഞാൻ പറയാം, എന്റെ മൊറാലിറ്റി ഡെവലപ്പ് ചെയ്ത് ഇവല്യൂഷനിൽ നിന്നാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹ്യൂമൻ ഇമോഷൻസ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ ഇപ്പം ഫ്രീ തിങ്കർ ആയിട്ടുള്ള ആൾക്കാരാണ് മറ്റേ ഈ ബിലീവേഴ്സ് ആയിട്ടുള്ളവരെക്കാട്ടിലും വളരെ എന്താ പറയാ നല്ല സൗമ്യരായവരും കുറച്ചും കൂടെ കൂടുതൽ എന്താ പറയാ ഹ്യൂമൻസിനെ കെയർ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുള്ളത് ഫ്രീ തിങ്കേഴ്സ് ആണ്. റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പം ലോകത്ത് അടി ഉണ്ടാക്കുന്ന ആൾക്കാരെ എണ്ണം നോക്കിയാൽ മതി. ഇവിടെ യുദ്ധം നടക്കുന്നത് റിലീജിയന്റെ പേരിലാണ് യുദ്ധം നടക്കുന്നത്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമൊക്കെ എന്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായത് എന്തുകൊണ്ടാണ്? മുസ്ലിമും ഹിന്ദുസും ഹിന്ദുയിസം എന്നുള്ള കോൺസെപ്റ്റ് വന്നതുകൊണ്ടാണ്. അപ്പൊ അല്ലാതെ നീ ഏത്തിസ്റ്റ്, ഞാൻ ദൈവത്തിൽ ഇത്ര വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ 50% വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ 80% വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും അടി ഉണ്ടാക്കുന്നില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ലവ് ആൻഡ് കെയർ ആണ്. കാരണം ഹ്യൂമനെ ഒരിക്കലും ഞാൻ പറയുന്നത് റിലീജിയൻ വേണ്ട ഒരു മൊറാലിറ്റി പഠിക്കാൻ. മൊറാലിറ്റി പഠിക്കാനായിട്ട് ഞാൻ പറയാം, റിലീജിയൻ കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൊറാലിറ്റി വരും ഓട്ടോമാറ്റിക്കലി. കാരണം പിന്നെ നമുക്ക് ഒരു ഡിഫറൻസ് തോന്നേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും കാണുന്നു ഈക്വലി കണ്ടു കഴിഞ്ഞാൽ മൊറാലിറ്റി വന്നോളും. കാരണം ഈക്വലി എല്ലാവരും ട്രീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരോടും ഒരു കമ്പാഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതെനിക്ക് അവരോട് പറയാനുള്ളൂ. ആദ്യം അവര് വേണം മൊറാലിറ്റി ശരിയാക്കാൻ, അവരുടെ ഗോഡ് വേണം മൊറാലിറ്റി ശരിയാക്കാൻ, അല്ലാതെ നമ്മളല്ല അത് ശരിയാക്കുക. ഫ്രീ തിങ്കേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ.